ഒരിക്കലും മാറ്റമില്ല. അവൻ്റെ ഹാലലിൽ പ്ലാനുകൾക്ക് ഒരിക്കലും മാറ്റമില്ല. എൻ്റെ മേൽ ഇട്ട പ്ലാനുകൾക്ക് ഒരിക്കലും മാറ്റമില്ല. എൻ്റെ മേൽ അവൻ തന്ന വചനങ്ങൾക്ക് ഒരിക്കലും മാറ്റമില്ല. എൻ്റെ തലമുറകളുടെ മേൽ അവനിട്ട പ്ലാനുകൾക്ക് മാറ്റമില്ല. ആമീൻ, ഹല്ലേലൂയ. അവൻ അത് പറഞ്ഞാൽ പറഞ്ഞതാ, അവൻ ചെയ്താൽ ചെയ്തതാ. ഹല്ലേലൂയ, സ്തോത്രം. ആമീൻ. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവന്റെ വചനത്തെ മുറുകെ പിടിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവന്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ നസ്രയനായ യേശു ആമീൻ ഹല്ലേലൂയ കാൽവറിയിൽ മരിച്ച കർത്താവിനെ സ്തുതിപ്പാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആമീൻ. ഈ പകൽ ഞങ്ങളെ ശ്രമിക്കുന്ന, ആമീൻ, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, ആമീൻ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന, ആമീൻ, അനേകം ജനങ്ങളുടെ ഇടയിലേക്ക് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽ ക്രിയ ചെയ്യുന്ന കൃപയ്ക്കായി അവന്റെ വചനം, ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന വചനമായി, ആമീൻ, അതിശയത്തെ പ്രവർത്തിക്കുന്ന വചനമായി, ആമീൻ, ഹല്ലേലൂയ, സകല ജനത്തിന്മേലും സകല ഹൃദയങ്ങളെയും കർത്താവ് മാറ്റിമറിക്കുന്ന പകലാക്കി ദൈവം തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഈ പകലിനെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ കൂട്ടി വരുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ മാനിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഹല്ലേലൂയ പലരും വീണെടുത്ത് ആമേൻ ആമേൻ എൻ്റെ കർത്താവ് ഞങ്ങളെ ഹല്ലേലൂയ താങ്ങി നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം ഞങ്ങളുടെ മേൽ അയച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വശത്ത് 1000, എൻ്റെ വലതുവശത്ത് 10,000 വീണാലും അവയൊന്നും എൻ്റെ അടുത്ത് വരത്തില്ല, എൻ്റെ അടുക്കൽ എത്തത്തില്ലെന്ന് പറഞ്ഞ കർത്താവേ, വിശ്വസിക്കുന്ന നിന്റെ അടുത്ത് ഹല്ലേലൂയ ഒരു പ്രതികൂലവും നിന്നെ തള്ളിയിടത്തില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും ഹല്ലേലൂയ വീഴുന്നത് നീ കണ്ടാലും ആമീൻ ഹല്ലേലൂയ ഭയമില്ലാതെ ആമീൻ ഹല്ലേലൂയ കീഴടക്കിയവനെ പോലെ, അധികാരം ലഭിച്ചവനെ പോലെ, ആമീൻ ഹല്ലേലൂയ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് ആമീൻ ഹല്ലേലൂയ മുന്നേറുന്നവനെ പോലെ, ആമീൻ, വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് പകൽ ആമീൻ ആരാധിപ്പാൻ തയ്യാറായിരിക്കുന്ന ജനമേ, നിന്നെ വിടുവിപ്പാൻ എന്റെ ദൈവത്തിന്റെ കരം ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് പകൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തോത്രം കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ, വചനത്തെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ശക്തി അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തടസ്സങ്ങൾ മാറുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവിക സ്വർഗീയ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമീൻ, ദൈവം ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത് അനുഭവിക്കാൻ ഹല്ലേലൂയ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇന്ന് പകൽ നസ്രയനായ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുപ്പാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ സ്വീകരിപ്പാൻ, ആമീൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പലതിനു മേൽ വിടുതൽ പ്രാപിപ്പാൻ, ആമീൻ, പലതിനു മേൽ ജയമെടുപ്പാൻ, പലതിനു മേൽ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് ജയമെടുത്ത് ദൈവത്തെ ഉയർത്തുവാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്ന പിതാവേ, തൊടുന്നതിനായി സ്തോത്രം ചെയ്യും, വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. ഇന്നത്തെ സകല ശുശ്രൂഷയുടെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മശക്തിയോടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ശുശ്രൂഷയും അങ്ങയ്ക്ക് പ്രസാദമുള്ള ഞങ്ങളെ പ്രാപ്തനാക്കുന്നവൻ കർത്താവാണ്. ഞങ്ങളെ ശക്തീകരിക്കുന്നവൻ കർത്താവാണ്. ഞങ്ങളെ ബലപ്പെടുത്തുന്നതും കർത്താവാണ്. ഇന്ന് പകൽ ഹല്ലേലൂയ ഞങ്ങൾ സ്വന്തമായിട്ടല്ല കർത്താവേ, ഞങ്ങളുടെ ബലത്താലല്ല കർത്താവേ, ഞങ്ങളുടെ ശക്തിയാലല്ല കർത്താവേ, ആമീൻ, ഇന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അപ്പാ ഞങ്ങളെ സ്തുതിപ്പാൻ അനുവദിക്കണമേ, ആരാധിപ്പാൻ അനുവദിക്കണമേ, ആമീൻ, നയിപ്പാൻ അനുവദിക്കണമേ, ശുശ്രൂഷിപ്പാൻ അനുവദിക്കണമേ, ആമീൻ ഹല്ലേലൂയ. ഞങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനങ്ങൾക്കും അപ്പാ അതിൻ്റെ അകത്ത് വിടുതൽ കാണുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൽ നിന്ന് ചലിക്കണമേ. ഇന്ന് പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകാൻ ഞങ്ങളെ അനുവദിക്കണമേ.
അനുവദിക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രശ്നങ്ങളുടെ നടുവിലൂടെ ആമീൻ പിശാചിന്റെ പ്ലാനിനെ ഭേദിച്ച് അതിന്റെ നടുവിലൂടെ നടന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഹല്ലേലൂയ. സ്തോറബ ശതു രബാശര രഗ അധാജന രഗധുരി ജന രഗധരമന യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രശ്നങ്ങളുടെ നടുവിലൂടെ മുന്നേറുവാൻ ഒരു ആത്മബലം. ഹല്ലേലൂയ. സ്തോത്രം. ആമീൻ. പിശാചിന്റെ തന്ത്രങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുവാൻ ഒരു ആത്മീയ ശക്തി, ആമീൻ, അധികാരത്തിന്റെ ശക്തി ഇന്ന് ആമീൻ ചിലർ പ്രാപിക്കാൻ പോകുന്ന പകലാക്കി ദൈവം തീർക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മേലുണ്ടായിരിക്കുന്ന അതേ കൃപ, ആമീൻ, ഞങ്ങളുടെ കർത്താവിന്റെ മേൽ വന്ന അതേ ആത്മാവിന്റെ ശക്തി, ആമീൻ, ഹല്ലേലൂയ, വ്യത്യാസം കൂടാതെ തടസ്സം കൂടാതെ, ആമീൻ, ഹല്ലേലൂയ, കൃപ ഞങ്ങളുടെ മേൽ പകർന്നു തന്ന, ആമീൻ, പുത്രന്റെ മേൽ വന്ന അതേ ആത്മാവിന്റെ ശക്തി, ആമീൻ, ഹല്ലേലൂയ, പുത്രനെ ശക്തിപ്പെടുത്തി അതേ ആത്മാവിന്റെ ശക്തി, പുത്രനെ ബലപ്പെടുത്തി അതേ ആത്മാവിന്റെ ശക്തി, പുത്രനെ അധികാരത്തോടെ നിർത്തി അതേ ആത്മാവിന്റെ ശക്തി, ആമീൻ, ഹല്ലേലൂയ, പിതാവ് ഞങ്ങൾക്ക് വേണ്ടി പകർന്നു തന്ന ഈ പകലിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ആമേൻ ശത്രുവിന്റെ തലയിൽ തകർത്ത നസ്രേനായ യേശുവിന്റെ ആമേൻ മേൽ വ്യാപരിച്ച അതേ ശക്തി ഇന്ന് പ്രതികൂലങ്ങളെ തകർപ്പാൻ, ഹല്ലേലൂയ, പ്രശ്നങ്ങളെ തകർപ്പാൻ, ഹല്ലേലൂയ, തടസ്സമായതിനെ തകർപ്പാൻ, ആമേൻ, ഹല്ലേലൂയ, അതേ ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ ഇന്ന് പകൽ വ്യാപരിക്കുന്ന ദൈവ കൃപയ്ക്കായി ഇന്ന് പകൽ ഞങ്ങൾ സ്തുതിക്കുന്നു. നസ്രേനായ യേശുവിന്റെ നാമത്തിൽ ആമീൻ ജയമെടുപ്പാൻ തക്കവണ്ണം, മുന്നേറുവാൻ തക്കവണ്ണം, പ്രതികൂലത്തിന്റെ നടുവിലൂടെ ജയിച്ച് മുന്നേറുവാൻ തക്കവണ്ണം, നടന്നു പോകുവാൻ തക്കവണ്ണം ഇന്ന് പകൽ ആത്മാവ് ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആ ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽ ചിലരുടെ മേൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആർക്കും ഹല്ലേലൂയ ജയിപ്പാൻ കഴിയാതെ വണ്ണം, ഒരു പ്രശ്നങ്ങൾക്ക് ജയിപ്പാൻ കഴിയാതെ വണ്ണം, പിശാചിന് ജയിപ്പാൻ കഴിയാതെ വണ്ണം നിന്നെ ആത്മപൂർണനായി നിലനിർത്തുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽ ഇന്ന് ഈ ചാലയത്തിന്റെ അകത്തിരിക്കുന്നവരുടെ മേൽ, ആമീൻ, ഞങ്ങളെ ശ്രമിക്കുന്നവരുടെ മേൽ ദൈവം അയക്കുന്ന പകലാക്കി തീർക്കുന്ന ആമീൻ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വിശ്വാസമുള്ളവർ ഇന്ന് പകൽ വായികളെ തുറന്ന് ആരാധിച്ചാട്ടെ. പ്രതികൂലത്തിന്റെ നടുവിലൂടെ നടപ്പാൻ, ആമീൻ, പ്രശ്നങ്ങളുടെ നടുവിലൂടെ നടപ്പാൻ, ആമീൻ, ഹല്ലേലൂയ, പിശാചിന്റെ പ്ലാനിന്റെ നടുവിലൂടെ നടപ്പാൻ, ആമീൻ, ഒരു ആത്മാവിന്റെ ബലം, ഒരു ആത്മാവിന്റെ ബലം, ഒരു ആത്മാവിന്റെ ശക്തി, ഒരു അധികാരത്തിന്റെ ശക്തി ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നതിനാൽ, ആമീൻ, യേശുവിന്റെ നാമത്തിൽ അത് ഇതിനകത്ത് ചലിക്കുന്നതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, വിശ്വാസത്തെ മാനിക്കുന്ന കർത്താവ്, ആമീൻ, അവന്റെ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ പുറപ്പെടുവിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽ ദൈവം അനുവദിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കൈകളെ അടിച്ച് വായികളെ തുറന്ന് ദൈവത്തെ ആരാധിച്ച് ഇന്ന് പ്രതികൂലത്തെ ജയിപ്പാൻ എനിക്ക് ദൈവം ശക്തി തന്നു. ആമീൻ, ഹല്ലേലൂയ, പിശാച് എന്റെ മേൽ ഇട്ട പ്ലാനിന്റെ നടുവിലൂടെ, ആമീൻ, മറ്റാർക്കും കഴിയാതെ വേണം, ആമീൻ, നടന്നു മുന്നേറുവാൻ അവന്റെ മുന്നിലൂടെ നടന്നു മുന്നേറുവാൻ, അവന് അനങ്ങാൻ കഴിയാതെ, അവന് പ്രതികരിക്കാൻ കഴിയാതെ, ആമീൻ, ഹല്ലേലൂയ, ശക്തിയോടെ നിന്നെ പുറപ്പെടുവിക്കുന്ന എന്തോ ഒന്ന് ഇന്ന് പകൽ നസ്രേനായ യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ പ്രശ്നത്തിന് മേൽ, നിന്റെ പ്രതികൂലത്തിന് മേൽ, നിന്റെ തടസ്സത്തിന് മേൽ, ആമീൻ, ഇന്ന് പകൽ നസ്രേനായ യേശുവിന്റെ നാമത്തിൽ ചലിക്കുന്നതായി സ്തോത്രം ചെയ്യുന്നു. അത് വിശ്വസിക്കുന്നവർ ഇത് മേൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു.
ഓ റബശബ വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ ഹല്ലേലൂയ. ഇന്ന് പിശാച് ഇട്ട പ്ലാനിന്റെ നടുവിലൂടെ അവൻ നിന്റെ മേൽ ഒരു പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ഓർത്തോണം. ആമേൻ ഹല്ലേലൂയ. അവൻ നിന്നെ ജയിപ്പാനല്ല, അവൻ നിന്നെ ഭയന്നിട്ടാൻ ഓർത്തോണം. ആമേൻ. അവന്റെ തലയെ തകർക്കുന്നവനെ, ആമേൻ ഹല്ലേലൂയ, അവന്റെ തലയെ തകർത്ത നസ്രേനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ ഓ റബശക ബറബല കബറബശബ റബല റിബ ബബശക മനറഗതര ബലകശബ ഓ ശമനറഗതുരിഗല ശമ റിബ ശമന ദൂരഗമന ദുരിഗലമന റികെബേശികമന രബധരമന. യേശു ക്രിസ്തു ആലയത്തിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ ആമേൻ പരീശന്മാരും കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും അവന്റെ പ്രസംഗത്തെ ഇഷ്ടപ്പെടാതെ ഞാൻ പറയുന്നു ഹല്ലേലൂയ, അവർ പണിത ആലയത്തിന്റെ അഗ്രത്തോളം കൊണ്ടുചെന്ന് അവനെ തല കീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവനെ തല കീഴായി തള്ളിയിടാൻ ഭാവിച്ചു. എന്തിനാണെന്നറിയാമോ? ഓ പിശാചിനറിയാം ഹല്ലേലൂയ, എന്റെ തലയെ തകർക്കാൻ ഒരുത്തം വന്നിട്ടുണ്ട്. റമന ശമന റുഗാതരമന റിബാബ ശമന, അവന്റെ തലയെ എനിക്ക് തകർക്കണം. ഉടമന നിന്റെ മേൽ ഹല്ലേലൂയ, നിന്നെ പിടിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിന്നെ തകർക്കാൻ നിൽക്കുന്ന എന്തെങ്കിലും പോരുണ്ടെങ്കിൽ ആമീൻ ഓർത്തോ. ഹല്ലേലൂയ സ്തോത്രം. പിശാചിന് നിന്നെ ഭയമുണ്ട്, പിശാചിനെ നിന്നെ പേടിയുണ്ട്. റബലബ ശംഖരമന റുഗാതരമന, നിനക്ക് ജയിക്കാൻ കഴിയാത്ത ഏതെങ്കിലും മേഖലയുണ്ടോ? ആ മേഖലയുടെ മേൽ ഹല്ലേലൂയ ഇന്ന് ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചാൽ ഓ ഒരു പിശാചിനെ നിന്നെ തൊടാതെ വേണം. അതിന്റെ നടുവിലൂടെ ആമീൻ ആമീൻ ഹല്ലേലൂയ റബശമന റഗദുരബരബലബ, അതിന്റെ നടുവിലൂടെ തന്നെ അവർ നോക്കി നിൽക്കത്തന്നെ, അവർ കണ്ടുകൊണ്ട് നിൽക്കത്തന്നെ. ആമീൻ ഹല്ലേലൂയ. പിശാചേ നീ ജയിക്കത്തില്ല, നിന്റെ കണ്ണിലൂടെ തന്നെ ആമീൻ ജയിച്ചവനായി റിബലബ അധികാരമുള്ളവനായി ആമീൻ റിബബ ശബരബലബ റഗദര ഞാൻ കടന്നു പോകുമെന്ന് ഇത് വായെ തുറന്ന് പറയാമെങ്കിൽ റിബ ശബരഗദര നിന്റെ പ്രാർത്ഥനയിലാണോ അവൻ നിന്നെ പിടിക്കുന്നത്? ഓർത്തോ, നിന്റെ പ്രാർത്ഥനയ്ക്കകത്തോടെ വലിയ വിടുതൽ നടക്കാനുണ്ട്. നിന്റെ ശുശ്രൂഷയാണോ പിടിക്കുന്നത്? നീ ആലോചിച്ചോ. ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷയ്ക്കകത്തോടെ വലിയ വിടുതലുകൾ, വലിയ അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ പ്ലാനുകൾ ആമീൻ അത് പൂർത്തീകരിക്കാനുണ്ട്. അതിനെ തലയെ കീഴായി തകർക്കാൻ നോക്കുന്ന പിശാചിന്റെ തലയെ തകർക്കാൻ തക്കവണ്ണം ആത്മാവിൽ ഇന്ന് പകൽ ധൈര്യം പ്രാപിപ്പാൻ, ശക്തി പ്രാപിപ്പാൻ നിന്റെ തലമുറയാണോ പിടിച്ചിരിക്കുന്നത്? നോക്കിക്കോ. ആമീൻ ഹല്ലേലൂയ. പിശാചിന്റെ തലയെ തകർക്കാൻ തക്കവണ്ണം അവൻ പ്രാപ്തനുള്ളതായി തീരുവാൻ ആമീൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓ റബലബ റബശ പിശാചേ നിന്റെ കണ്ണിൻ മുന്നിലൂടെ തന്നെ എന്റെ തലമുറകൾ ജയിച്ചു കയറുമെന്ന് വാ തുറന്ന് പറഞ്ഞ റബലബ ഇന്ന് പകൽ നസ്രേനായ യേശുവിന്റെ നാമത്തിൽ എന്റെ ഭവനത്തെയാണോ തൊടുന്നത്? എന്റെ ശുശ്രൂഷയാണോ തൊടുന്നത്? എന്റെ ജോലിയാണോ തൊടുന്നത്? അതിനകത്ത് ദൈവത്തിന് വലിയ പ്ലാനുണ്ട്. ആ പ്ലാനിനെ തകർക്കാൻ നോക്കുന്ന എല്ലാ പൈശാചിക ബന്ധനത്തെ നസ്രേനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് നടുവിലൂടെ കടന്നു പോകാൻ ഒരു ആത്മശക്തി നിന്നെ തലകീഴായി തള്ളിയിടാൻ നോക്കിയാലും അവർ നോക്കി നിൽക്കത്തന്നെ നീ അവന്റെ നടുവിലൂടെ കടന്നു പോകാം. വെറുതെ അല്ല. ഹല്ലേലൂയ. നീ മരുഭൂമിയിൽ നിന്ന് പ്രാപിച്ചതാ, നീ മരുഭൂമിയിൽ നിന്ന് ഹല്ലേലൂയ തോൽപ്പിച്ചതാ. ആമീൻ. നീ മരുഭൂമിയിൽ നിന്ന് പ്രാപിച്ച ശക്തി ആമീൻ ഇന്ന് പകൽ റബശമന നിന്റെ കഷ്ടതയിൽ നീ ഇന്ന് പ്രാർത്ഥിച്ചതാ, നിന്റെ ബുദ്ധിമുട്ടിൽ നീ ഇരുന്ന് ഞരങ്ങിയതാ, നിന്റെ ഞെരുക്കത്തിൽ നീ നിലവിളിച്ചതാ, നിന്റെ മുട്ടിൽ ഇരുന്നത് പ്രാർത്ഥിച്ചതാ, അത് വൃഥാവാകത്തില്ല. നിന്റെ മേലിട്ട പ്ലാനിനെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതിന്റെ നടുവിലൂടെ തന്നെ ജയാളിയായി ഓ ജയിപ്പാൻ ദൈവം ഇട്ടിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ.
രോഗത്താൽ നീ ഭയപ്പെടുന്നുണ്ടോ? റമന ശമന, നീ ശാരീരിക ബുദ്ധിമുട്ടാൽ ഭയപ്പെടുന്നുണ്ടോ? ആ ശരീരം കൊണ്ട് ദൈവത്തിന് എന്തോ ചെയ്യുവാനുണ്ട്. അത് ശത്രുവിനെ തൊടുവാൻ അവൻ അനുവദിക്കത്തില്ല. ആമേൻ. നിന്റെ ശുശ്രൂഷയാണോ തൊടുന്നത്? കേൾക്കുന്ന ജനമേ, ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് വലിയ വിടുതൽ നടപ്പാനുണ്ട്. നിന്റെ പ്രാർത്ഥനയാണോ തൊടുന്നത്? ആമേൻ. അവൻ അത് അനുവദിക്കുന്നില്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചോ. ആ ആത്മബലം നടുവിലൂടെ കടന്ന് ജയിപ്പാനുള്ള ആത്മബലം ഇന്ന് ദൈവം നിങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായി, ഇന്ന് ദൈവം ഓരോരുത്തർക്കും പകർന്നു തരുന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവന് ഭയന്നിട്ട വിശാലി നമ്മളെ ഭയന്നിട്ട റവന നമ്മളെ തൊടുവാൻ നോക്കുന്നതാണ്. അവനെ പേടിക്കല്ലേ, വിശാലിനെ പേടിക്കല്ലേ, അവന്റെ തന്ത്രങ്ങളെ പേടിക്കല്ലേ. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഭയത്തോടായിരിക്കുന്ന, പ്രാർത്ഥിക്കാൻ മുന്നേറുവാൻ കഴിയാതിരിക്കുന്ന, ജോലിയിൽ മുന്നേറുവാൻ കഴിയാതിരിക്കുന്ന, ആരാധിപ്പാൻ മുന്നേറുവാൻ കഴിയാതിരിക്കുന്ന, മാനസികമായി തകർന്നിരിക്കുന്ന, തലമുറയെ ഓർത്ത് വിഷമിക്കുന്ന എല്ലാവരോടും ഹല്ലേലൂയ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ അതിന്റെ നടുവിലൂടെ ജയിച്ച് മുന്നേറുവാനുള്ള ആത്മശക്തി ഇന്ന് പകൽ ഈ ജനത്തിന് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു ജയത്തിന്റെ പകലാക്കി തീർക്കണമേ. ഇന്നൊരു ജയിച്ച് മുന്നേറുന്ന പകലാക്കി തീർക്കണമേ. ഇന്ന് ശത്രുവിന്റെ പ്ലാനിന്റെ നടുവിലൂടെ അവനെ നോക്കി നിൽക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. അവന് നിന്റെ അടുത്ത് അടുക്കാൻ കഴിയാതെ വേണം, നിന്നെ തൊടുവാൻ കഴിയാതെ വേണം, അവന്റെ പ്ലാനുകൾക്ക് ഹല്ലേലൂയ പൂർത്തീകരണം നടക്കാതെ ഇരിക്കാൻ കഴിയാതെ വേണം. നിന്റെ മേൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി നിന്നെ പുറപ്പെടുവിക്കുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ അവന് കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഈ വചനം നിങ്ങളുടെ മേൽ ക്രിയ ചെയ്യട്ടെ. വിശ്വസിക്കുന്നെങ്കിൽ ഈ വചനം നിങ്ങളുടെ മേൽ ക്രിയ ചെയ്യട്ടെ. ആമേൻ. ഹല്ലേലൂയ. റബര ശതുരി ഗബര ബലബതുരി ഗമന. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ, ഓരോ ജനത്തിനു മേൽ ഇന്ന് പകൽ ഒരു ശക്തിയെ കൊടുക്കണമേ, ഒരു ആത്മബലത്തെ കൊടുക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തു ഞങ്ങളുടെ മുന്നിൽ ഹല്ലേലൂയ അവന്റെ പ്രതികൂലത്തിന് മുന്നിലൂടെ, അവനെ തലകീഴായി തള്ളിയിടുവാൻ നിന്ന ജനത്തിന് മുന്നിലൂടെ അധികാരമുള്ളവനെ പോലെ, ജയിച്ചവനെ പോലെ ആമേൻ നടന്നു പോയെങ്കിൽ അതേ ആത്മബലത്തോടെ ആമേൻ എന്നെ തകർക്കാൻ നോക്കുന്ന ആ പ്രശ്നങ്ങളുടെ നടുവിലൂടെ തന്നെ ഞാൻ കടന്നു പോകുമെന്ന് ആമേൻ വാഗൊണ്ട് പ്രസ്താവിക്കുന്നവനെ, ഈ വചനം പറഞ്ഞ് പ്രസ്താവിക്കുന്നവനെ, ജയം നീ കാണുവാൻ തക്കവണ്ണം നിന്റെ കണ്ണിന്റെ മറയെ മാറ്റി ആമേൻ ഹല്ലേലൂയ ഇന്ന് പകൽ ആമേൻ ഹല്ലേലൂയ ഒരു വിടുതലിന്റെ അനുഭവത്തിലേക്ക്, ഒരു ജയത്തിന്റെ അനുഭവത്തിലേക്ക്, ഒരു മുന്നേറുന്നവൻ അനുഭവത്തിലേക്ക്, ഒരു അധികാരമുള്ളവൻ അനുഭവത്തിലേക്ക് പകൽ ദൈവം മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആരാധിപ്പാൻ ഹല്ലേലൂയ ഞങ്ങൾ അനുവദിച്ചാട്ടെ, ശുശ്രൂഷിപ്പാൻ ഞങ്ങൾ അനുവദിച്ചാട്ടെ, വചനം ക്രിയ ചെയ്യുന്ന ഞങ്ങൾ കാണുവാൻ അനുവദിച്ചാട്ടെ. കർത്താവേ, ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. എത്ര പേർക്ക് വിശ്വാസമാണ്? ധൈര്യത്തോടെ വായികളെ തുറന്ന് ഹല്ലേലൂയ പറയാമോ? യേശു ജയിച്ച് മുന്നേറിയ ഭാഗത്ത് ആമേൻ, യേശു ജയിച്ച് മുന്നേറിയ ആമേൻ ഹല്ലേലൂയ ശത്രുവിന്റെ നടുവിലൂടെ തള്ളിയിടുവാൻ നിന്നവരുടെ നടുവിലൂടെ, തല കീഴായി തൂക്കിയിടുവാൻ തള്ളിയിടുവാൻ നിന്ന ജനത്തിന്റെ നടുവിലൂടെ ജയിച്ച് മുന്നേറിയ നസ്രയനായ യേശുവിന്റെ മാതൃകയില അവന്റെ കാലിന് അടിയില ഞങ്ങൾ നടക്കുന്നതെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് പകൽ സ്തോത്രം ചെയ്യുന്നു. ആ ധൈര്യമുള്ളവർ, ആ ഉറപ്പുള്ളവർ അവനെ സ്തുതിപ്പാനൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇന്ന് പകൽ നിന്നെ ജയാളിയായി ആമേൻ സ്തോത്രം. റമന ശമന രഗതുരി ഗഡമന അദാജന രഗതുരി അധികാരമുള്ളവനായി ഓ റിമേഷിമേനെ ശിഖരഗതുരി ഗഡമന പരിശുദ്ധനാകും നല്ല രക്ഷക, ആത്മസഖിയായി എന്നെ കാത്തിടുന്നോനേ. പരിശുദ്ധനാകും നല്ല രക്ഷക, ആത്മസഖിയായി എന്നെ കാത്തിടുന്നോനേ. സൗഖ്യദായക ആത്മരക്ഷക, സൗഖ്യദായക ആത്മരക്ഷക
യാഹേ അങ്ങൻ തുണ യാഹേ ജീവദായക യാഹേ രക്ഷദായക യാഹേ അങ്ങൻ ബലം യാഹേ അങ്ങൻ തുണ യാഹേ ജീവദായക യാഹേ രക്ഷദായക പരിശുദ്ധനാകും നല്ല രക്ഷക സ്വന്തമായി എന്നെ ചേർത്തുകൊണ്ടവനെ പരിശുദ്ധനാകും നല്ല രക്ഷക സ്വന്തമായി എന്നെ ചേർത്തുകൊണ്ടവനെ എൻ പിതാവേ എൻ യഹോവേ എൻ പിതാവേ എൻ യഹോവേ ആത്മസാന്നിധ്യം കൊണ്ടു നിറയ്ക്കണമേ യാഹേ അങ്ങൻ ബലം യാഹേ അങ്ങൻ തുണ യാഹേ ജീവദായക യാഹേ രക്ഷദായക യാഹേ അങ്ങൻ ബലം യാഹേ അങ്ങൻ തുണ യാഹേ ജീവദായക യാഹേ രക്ഷദായക പരിശുദ്ധനാകും നല്ല രക്ഷക സ്വർഗാദി സ്വർഗങ്ങൾ വസിക്കുന്നോനേ പരിശുദ്ധനാകും നല്ല രക്ഷക സ്വർഗാദി സ്വർഗങ്ങൾ വസിക്കുന്നോനേ എൻ നാഥനേ എൻ പ്രാണനേ എൻ നാഥനേ എൻ പ്രാണനേ തിരു സാന്നിധ്യം എന്നിൽ നിന്നെടുക്കരുതേ യാഹേ അങ്ങൻ ബലം യാഹേ അങ്ങൻ തുണ യാഹേ ജീവദായക യാഹേ രക്ഷദായക യാഹേ അങ്ങൻ ബലം യാഹേ അങ്ങൻ തുണ യാഹേ ജീവദായക യാഹേ രക്ഷദായക പരിശുദ്ധനാകും നല്ല രക്ഷക ആത്മസഖിയ എന്നെ കാത്തിടുന്നോരേ സൗഖ്യദായക ആത്മരക്ഷക സൗഖ്യദായക ആത്മരക്ഷക പൂർണ്ണമായി എന്നെ അറിയുന്നോനേ ഹല്ലേലൂയ ഹല്ലേലൂയ സന്തോഷമുള്ളവൻ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ ഹല്ലേലൂയ തുറന്ന് ഉൾക്കൊണ്ട് ഹല്ലേലൂയ എന്നെ പൂർണ്ണമായി അറിയുന്നൊരു ദൈവം എന്റെ പക്ഷത്തുണ്ട് ഹല്ലേലൂയ ഞാനായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഞാനായിരിക്കുന്ന വേളകളിൽ
ഹല്ലേലൂയ, എല്ലാറ്റിനും ഹല്ലേലൂയ മേലായവൻ, ഹല്ലേലൂയ എന്നെ അറിയുന്നവൻ, എന്റെ നല്ല സഖിയായവൻ, ഹല്ലേലൂയ എന്റെ രോഗശൈലി എനിക്ക് നല്ല വൈദ്യനായവൻ, എന്റെ സൃഷ്ടിതാവായവൻ എന്റെ പക്ഷത്തുണ്ടെന്ന് ഉറപ്പുള്ളവർ ഹല്ലേലൂയ കരങ്ങളെ അടിച്ചപ്പോൾ നേരം എന്നെ സ്തുതിച്ചാണ്. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ, അമ്മയേകിടും സ്നേഹത്തേക്കാൾ, ലോകം നൽകിടും സ്നേഹത്തേക്കാൾ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. രണ്ട് കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിടും. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ, ഓ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ, ഓ ആദ്യനും വന്ധ്യനും നീ മാത്രമേ യേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ,
തിരുസാന്നിധ്യം അനുഭവിച്ചവരായിരിക്കും. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചെന്നെ ഭാഷകളിൽ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. എന്നെ നിറയ്ക്കുന്ന ആത്മസാന്നിധ്യത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട്, നമ്മെ നിറയ്ക്കുന്ന ആത്മസാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, അല്പനേരം ശക്തിയോടെ 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 കരങ്ങളെ അടിച്ചുകൊണ്ട് ശക്തിയോടെ അവരെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ.
വിളക്കുകളതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. ആമേൻ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് രാജാവോട് ശിരസ്സതിൽ ധരിച്ച് 7 വിളക്കുകളതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. 7 വിളക്കുകളതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. ആമേൻ. ദാവീദിൻ ഗോത്രത്തിൻ സിംഹമായോനേ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനേ, ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനേ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനേ. നീ തുറന്നാലത് അടയ്ക്കുവതാര്, നീ അടച്ചാലത് തുറക്കുവതാര്, നീ തുറന്നാലത് അടയ്ക്കുവതാര്, നീ അടച്ചാലത് തുറക്കുവതാര്. 7 നക്ഷത്രം വലക്കയിൽ പിടിച്ച് രാജാവോട് ശിരസ്സതിൽ ധരിച്ച് 7 വിളക്കുകളതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. ആമേൻ. 7 നക്ഷത്രം വലക്കയിൽ പിടിച്ച് രാജാവോട് ശിരസ്സതിൽ ധരിച്ച് 7 വിളക്കുകളതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. ഓ 7 വിളക്കുകളതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. ദൂതസഞ്ചയത്തിൻ ആരാധിൻ ക്രിസ്തു, പുസ്തകം തുറപ്പാൻ യോഗ്യനായോനേ. ദൂതസഞ്ചയത്തിൻ ആരാധിൻ ക്രിസ്തു, പുസ്തകം തുറപ്പാൻ യോഗ്യനായോനേ. പടകിയുടെ സർവ്വമുഴക്കാലുകളും എല്ലാ നാമം പാടിടും നിന്നെ. പടകിയുടെ സർവ്വമുഴക്കാലുകളും എല്ലാ നാമം പാടിടും നിന്നെ. 7 നക്ഷത്രം വലക്കയിൽ പിടിച്ച് രാജാവോട് ശിരസ്സതിൽ ധരിച്ച് 7 വിളക്കുകളതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. ആമേൻ. 7 നക്ഷത്രം വലക്കയിൽ പിടിച്ച് രാജാവോട് ശിരസ്സതിൽ ധരിച്ച് 7 വിളക്കുകളതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ ചിന്താതീതം അത് മനോഹരം, എന്തു സന്തോഷമാക്കുന്നു ജീവിതം. ഓ എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ആമേൻ. ചിന്താതീതം അത് മനോഹരം, എന്തു സന്തോഷമാക്കുന്നു ജീവിതം. ഓ സന്താപമേറുമീ ലോകിൽ ഞാനാകിലും സാന്ത്വനം തരും സുഖമെന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ ചിന്താതീതം അത് മനോഹരം, എന്തു സന്തോഷമാക്കുന്നു ജീവിതം. ഓ എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ ചിന്താതീതം അത് മനോഹരം, എന്തു സന്തോഷമാക്കുന്നു ജീവിതം. ആമേനൊന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാഴ്ചവെളിയിലത്രേ. ഓ തന്നേടും സ്വർഗപട്ടാരത്തിൽ നിന്നു ഒന്നേനും മുട്ടില്ലാതെ വണ്ണം. ഓ ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാഴ്ചവെളിയിലത്രേ. ഓ തന്നേടും സ്വർഗപട്ടാരത്തിൽ നിന്നു ഒന്നേനും മുട്ടില്ലാതെ വണ്ണം. ഓ വർഷക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയെല്ലാം സാധ്യമെന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ ചിന്താതീതം അത് മനോഹരം, എന്തു സന്തോഷമാക്കുന്നു ജീവിതം. ഓ എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അത് മനോഹരം, എന്തു സന്തോഷമാക്കുന്നു ജീവിതം. രാജഗുരു ഇതന്നേയും വരുന്നല്ലോ, പ്രിയങ്കൻ മണിനാഥോ അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. ഓ രാജ
പിതാവേ, ഞങ്ങളുടെ നടുവിലുള്ള സ്തുതിപ്പിക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് കൂടെയുണ്ട്, ഞങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ്, യോഗാസനത്തോടെ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, മറ്റാരും തരാത്തൊരു ഉറപ്പ്, മറ്റാരും തന്നിട്ടില്ലാത്തൊരു വാക്ക്, ആമീൻ, ലോകത്തിന്റെ അവസാനത്തോളം ഹല്ലേലൂയ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ കർത്താവേ, നിന്റെ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞത് ആമേൻ. നിന്റെ ഏത് പ്രശ്നങ്ങളിലൂടെയും ഏത് പ്രതികൂലത്തിലും നിന്റെ നിരാശയിലും നിന്റെ തളർച്ചയിലും സകലത്തിലും നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞത് കർത്താവ്, ഈ പകൽ ഞങ്ങളുടെ ആരാധനയോട് കൂടെ കർത്താവ് ഇരുന്നതിനായി സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ സകല ശുശ്രൂഷയോട് കർത്താവിന്റെ സാന്നിധ്യം ഉള്ളതിനായി സ്തോത്രം ചെയ്യും. തുടർന്നുള്ള ശുശ്രൂഷകളിൽ കർത്താവിന്റെ സാന്നിധ്യം ആ നിറവോടെ കർത്താവെ ഞങ്ങളുടെ നടുവിൽ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കേൾക്കുന്ന എല്ലാ ജനത്തിനുമേൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റാർക്കും കൊടുക്കാൻ കഴിയാത്ത, മറ്റാർക്കും പറയാൻ കഴിയാത്ത ഉറപ്പ് തന്ന ഒരേ ഒരു കർത്താവ് ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച നസ്രയനായ യേശു മാത്രമാകിയാൽ ആ കർത്താവിനെ ഹൃദയത്തിൽ ഹല്ലേലൂയ പൂർണ്ണമായി ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആയിരിക്കുന്ന ഓരോ ജനത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. വലിയ വിടുതലായി തീർപ്പാൻ ഇന്നത്തെ ദിവസത്തെ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞങ്ങളെ മാനിച്ചാട്ടം നടത്തിയാട്ടെ, കൃപയിൽ മറച്ചാട്ടെ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ഇരുന്നാട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പിന്നെയും നമുക്ക് ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ഈ സാന്നിധ്യത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാനും ആ ദൈവ സാന്നിധ്യത്തെ പൂർണ്ണമായി അറിയുവാനും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി തന്ന ഈ അവസരത്തിനായി ദൈവം നമ്മളെ ശക്തിപ്പെടുത്തി ഇവിടെ കൂട്ടിവരുത്തിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന മീഡിയയിൽ കൂടെ കാണുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ ദൈവശക്തി തന്ന ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേഗത്തിൽ ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് പോകാം. ഒരു വാക്യം വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 36, 37, 38. ആ നാളും നാഴികയും സംബന്ധിച്ചു എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തു പോന്നു. ജലപ്രളയം വന്ന എല്ലാവരെയും നീക്കിക്കളയും. അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകുന്നു. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ വരവിനെ കുറിച്ച് യേശു കർത്താവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു കർത്താവ് പറഞ്ഞതാ, ആ നാഴികയും നാളിനെ കുറിച്ച് പിതാവല്ലാതെ ദൂതന്മാർ പോലും അറിയുന്നില്ല. ആരും അറിയുന്നില്ല ആ നാളിനെ കുറിച്ച്. എന്നാൽ അതിനൊരു ഉപമയ അല്ലെങ്കിൽ ഒരു എക്സാമ്പിളായി പറയുക, നോഹയുടെ കാലം പോലെ. ഹല്ലേലൂയ. നോഹയെയും തന്റെ കുടുംബത്തെയും മാത്രം ദൈവം സെപ്പറേറ്റ് ചെയ്തു. നമ്മളെ അതുപോലെ ഒരു അന്ത്യനാളിന്റെ കാലഘട്ടത്തിലായിരിക്കുക. യേശു കർത്താവിന്റെ വരവ് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം, ഏത് നിമിഷത്തിലും. ഹല്ലേലൂയ. അന്ന് ഹല്ലേലൂയ മഹാപ്രളയം ഉണ്ടായത് കണക്ക് ഇന്ന് മഹാവ്യാധികളാണ്. ഹല്ലേലൂയ. എല്ലാം യേശു കർത്താവിന്റെ വരവിനെ കാണിക്കുന്നു. എന്നാൽ നോഹയ്ക്കും കുടുംബത്തിനും ഉണ്ടായിരുന്ന പ്രത്യേകത എന്താ?
ദൈവം നോഹയെയും കുടുംബത്തെ വേർതിരിക്കാൻ യേശു കർത്താവ് നോഹയുടെ കാര്യം എടുത്തു പറയണമെങ്കിൽ അതേ കാലം പോലെ നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി എന്ന് പറയണമെങ്കിൽ ഹല്ലേലൂയ, നോഹയുടെ മേലെ എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അന്ത്യനാളുകളിലും കർത്താവായ യേശു അങ്ങനെ ചില പ്രത്യേകതയുള്ളവരെ നോക്കുന്നുണ്ട്. മഹാ കഷ്ടതയിലും മഹാവ്യാധിയിലും പെട്ടുപോകാതെ ഹല്ലേലൂയ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതരായി ദൈവം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെ നോഹയെ കുറിച്ച് വായിക്കുമ്പോൾ ഹല്ലേലൂയ ഉൽപ്പത്തി 6 ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 8-9 വായിച്ചാട്ടെ. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഒന്ന് നിർത്തണേ. ഹല്ലേലൂയ. എന്തായിരുന്നു നോഹയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്നറിയാമോ? ഹല്ലേലൂയ, നോഹയുടെ മേൽ ദൈവിക കൃപയുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ ലഭിച്ചവനായിരുന്നു നോഹ. എങ്ങനെ? ഹല്ലേലൂയ. അടുത്ത വായിച്ചേ. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഹല്ലേലൂയ. എന്തൊക്കെയായിരുന്നു നോഹയുടെ പ്രത്യേകത? നോഹ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, പിന്നെയോ ദൈവത്തോട് കൂടെ നടന്നിരുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ട്? ഹല്ലേലൂയ, നോഹയുടെ മേൽ ദൈവകൃപ വന്നു. ഈ ഭൂമിയിൽ ജനങ്ങൾ ആവശ്യം പോലെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ജനം ഈ കുറഞ്ഞ സമയമൊന്നുമല്ല, ജനം ഉണ്ടായിരുന്നു. എന്നാൽ ആരിലും ഇല്ലാതെ നോഹയിൽ മാത്രം ദൈവകൃപ വന്നത്. ഹല്ലേലൂയ. അവൻ നീതിമാനായിരുന്നു, അവൻ നിഷ്കളങ്കനായിരുന്നു. ഹല്ലേലൂയ. പിന്നെ അവൻ ദൈവത്തോട് കൂടെ നടന്നിരുന്നു. അന്ത്യനാളുകളിലും ദൈവം നോക്കുന്നത് ഇങ്ങനെയുള്ളവരെയാ. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിൽ ഹല്ലേലൂയ കർത്താവ് തെരഞ്ഞെടുക്കുന്നത് ഇങ്ങനെയുള്ളവരെയാ. ആരെയാ? നീതിമാന്മാരെ, നിഷ്കളങ്കരായി ദൈവത്തിന്റെ മുമ്പിൽ നടക്കുന്നവരെ. ഹല്ലേലൂയ. കപടഭക്തിയും കള്ളത്തരവും കൊണ്ടല്ല, നിഷ്കളങ്കരായി ദൈവസന്നിധിയിൽ നടക്കുന്നവരെ, നീതിമാന്മാരായിരിക്കുന്നവരെ, സകലത്തിൽ ദൈവിക നീതി പുലർത്തുന്നവരെ. ഹല്ലേലൂയ. പ്രാർത്ഥനയിലും ഹല്ലേലൂയ പ്രസംഗത്തിലും മാത്രമല്ല, വ്യക്തിപരമായ ജീവിതത്തിലും ഹല്ലേലൂയ നീതിയുള്ളവരായി, നിഷ്കളങ്കരായി, കപടത കാണിക്കാതെ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്നതിൽ, സ്തുതിക്കുന്നതിൽ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ, പ്രസംഗിക്കുന്നതിൽ, ഹല്ലേലൂയ ആത്മീയ ജീവിതത്തിൽ സകലത്തിലും ഹല്ലേലൂയ നീതി പുലർത്തുന്നവർ, നിഷ്കളങ്കരായിരിക്കുന്നവർ. നമുക്ക് ഏത് മനുഷ്യന്റെ കണ്ണിനെയും അടച്ചുമൂടാം, കെട്ടിവെക്കാം. ഹല്ലേലൂയ. ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഹല്ലേലൂയ എന്റെ അകത്തെ ചിന്ത എന്നെന്ന് ഇവിടെ നിൽക്കുന്ന ആർക്കും അറിയത്തില്ല. അവരുടെ കണ്ണുകളെ മൂടി വെക്കാം. പക്ഷേ എത്ര ഇരുട്ടിലും ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഒരു ഇരുളും അവന് മറവായിരിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഇരുട്ടിൽ ഇരിക്കുന്നു, ഹല്ലേലൂയ ഞാൻ ചെയ്യുന്നത് ആരും കാണുന്നില്ലെന്ന് വിചാരിച്ചാൽ ഹല്ലേലൂയ ഇരുട്ട് പോലും മറവായിരിക്കാത്ത ഒരു ദൈവമാണ് ഹല്ലേലൂയ നമ്മൾ സേവിക്കുന്ന ദൈവം. നമ്മളെ ഹല്ലേലൂയ ഞാൻ വീണ്ടും വരുമെന്ന് വാഗ്ദത്തം ചെയ്യുന്നവൻ, ഹല്ലേലൂയ ഞാൻ നിങ്ങളെ ചേർത്ത് കൊള്ളാൻ വരുമെന്ന് വാഗ്ദത്തം ചെയ്തവൻ. ഹല്ലേലൂയ അവൻ മറ്റുള്ളവരെ പോലെ അല്ല, നാം ഇരുട്ടിൽ ചെയ്യുന്നത് വെളിച്ചത്തിൽ കൊണ്ടുവരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ സകല ആഴങ്ങളെയും ചിന്തകളെയും നന്നായി അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ ആരുടെ മുമ്പിലാണ് നാം നിഷ്കളങ്കരായി നടക്കേണ്ടത്? ദൈവത്തിന്റെ മുമ്പിൽ. ഹല്ലേലൂയ. മനുഷ്യന്റെ കാഴ്ചയിൽ പലരും നിഷ്കളങ്കരാ, പക്ഷെ ദൈവത്തിന്റെ കാഴ്ചയിൽ നാം നിഷ്കളങ്കരാണോ? നമ്മുടെ പ്രവൃത്തികൾ നീതിയുള്ളതാണോ? അങ്ങനെയുള്ളവരെയാ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് യേശു കർത്താവ് ഹല്ലേലൂയ നോഹയെ കുറിച്ച് എടുത്തു പറഞ്ഞത്? നോഹയുടെ കാലത്തെ കുറിച്ച് എടുത്തു പറഞ്ഞെന്നറിയാമോ? ഹല്ലേലൂയ നോഹയുടെ മേൽ ഉണ്ടായിരുന്ന പ്രത്യേകതകളെ ഹല്ലേലൂയ ദൈവം ഇന്നും ഹല്ലേലൂയ ഓരോ വ്യക്തിയുടെ മേലും നോക്കുന്നുണ്ട്. എന്തൊക്കെയാ? ഹല്ലേലൂയ നിഷ്കളങ്കരായി, നീതിയുള്ളവരായി, ദൈവത്തോട്, പിന്നെ മൂന്നാമത് ദൈവത്തോട് കൂടെ നടക്കുന്നവരായി. അങ്ങനെയുള്ളവരുടെ മേല ദൈവത്തിന്റെ കൃപ.
ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ മേല ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നത്. അബ്രഹാമിനെ അറിയാം. ഹല്ലേലൂയ. അബ്രഹാം ദൈവിക വാഗ്ദത്തം കേട്ടിറങ്ങിയവനാ. വിശ്വാസത്തിൽ ദൈവം വിളിച്ച വിളിക്കനുസരിച്ച് താൻ എങ്ങോട്ട് പോകുന്നു എന്ന് പോലും അറിയാതെ ഇറങ്ങിയ അബ്രഹാം ഇറങ്ങിയപ്പോൾ ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, ഞാൻ നിനക്കൊരു സന്തതിയെ നൽകും. 75-ാമത്തെ വയസ്സിൽ ദൈവശബ്ദം കേട്ടിറങ്ങിയ അബ്രഹാമിന് സന്തതി ഉണ്ടായില്ല. 99 വയസ്സായിട്ടും ഹല്ലേലൂയ സന്തതി ഉണ്ടായില്ല. അബ്രഹാമിന് ഒരു ചോദ്യമുണ്ടായി, ദൈവമേ എന്തുകൊണ്ട്? ഞാൻ വാക്ക് കേട്ടവനല്ലേ? ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ അങ്ങയുടെ ശബ്ദത്തിന് അനുസരിച്ച് നടന്നവനല്ലേ? ഞാൻ വിശ്വാസം കാത്തവനല്ലേ? പിന്നെ എന്തുകൊണ്ട് എന്റെ വാഗ്ദത്തങ്ങൾ സംഭവിക്കുന്നില്ല? ദൈവമക്കളെ ശ്രദ്ധിക്കണം, നമ്മൾ വാഗ്ദത്തങ്ങളുള്ളവരാ. പലതും നമ്മുടെ ജീവിതത്തിൽ ഇന്നും വെളിപ്പെട്ട് വന്നിട്ടില്ല. നാം കേട്ട കാലങ്ങളായ പല വാഗ്ദത്തങ്ങളും ഇന്നും പ്രാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാം എന്നല്ല, നമ്മൾ പ്രാപിച്ചു എങ്കിലും ഹല്ലേലൂയ പല നന്മകളെയും ഹല്ലേലൂയ പല ദൈവിക വാഗ്ദത്തങ്ങളെയും ഹല്ലേലൂയ നമ്മുടെ സഭയോട് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ഈ ദേശത്തിൽ ഹല്ലേലൂയ വലിയ വെളിച്ചമാക്കി തീർക്കും, വലിയ സൈന്യത്തെ ഇതിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. എങ്കിൽ നമ്മൾ ഇതുവരെയും അതിൽ പ്രാപിച്ചിട്ടില്ല. ഇതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ സഭയോട് ബന്ധപ്പെട്ടുമെല്ലാം ഇനിയും അനേകം വാഗ്ദത്തങ്ങൾ പെൻഡിങ്ങില്ല. അബ്രഹാമിന്റെ ജീവിതത്തിലെ പോലെ 99 വയസ്സായി, ഓൾമോസ്റ്റ് 24 വർഷം കഴിഞ്ഞു ദൈവ ശബ്ദം കേട്ടിട്ട്. നമ്മളും ഇതുപോലെ വർഷങ്ങളോളമായി ദൈവ ശബ്ദം കേട്ടിട്ട് ഹല്ലേലൂയ ദൈവിക വാഗ്ദത്തങ്ങളെ റിസീവ് ചെയ്തിട്ട് ഹല്ലേലൂയ പ്രാപിക്കാൻ കഴിയുന്നില്ല. അബ്രഹാം ചോദിച്ചു, കർത്താവേ ഹല്ലേലൂയ എന്താ? ദൈവം അതിനൊരു മറുപടി നൽകി. ഉൽപ്പത്തി പുസ്തകം 17 അതിന്റെ 1 വായിച്ചേ. 17ന്റെ 1 വായിച്ചേ. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നീ ആറുമുമ്പേ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കുന്നു. മതി. ഹല്ലേലൂയ. ദൈവത്തിന് പറയാനുണ്ട്, അബ്രഹാമേ നീ മനുഷ്യന്റെ മുമ്പിൽ അല്ല നിഷ്കളങ്കനായി നടക്കേണ്ടത്, നീ എന്റെ മുൻപിൽ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അപ്പോൾ ഞാനും നീ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ട്. ഹല്ലേലൂയ. അതിനെ ഞാൻ നിവർത്തിക്കും. ഹല്ലേലൂയ. പുതിയ നിയമം ഹല്ലേലൂയ ന്യൂ കവനന്റ് നാമം ഹല്ലേലൂയ യേശുവിന്റെ രക്തത്താൽ ഉള്ള ഒരു ഉടമ്പടിയാ. ഹല്ലേലൂയ അവന്റെ വരവെങ്കിൽ നമ്മളെ എടുക്കുമെന്ന്, ആത്മീയ കൃപാവരങ്ങളാൽ നമ്മളെ നിറയ്ക്കുമെന്ന്, ആത്മീയ നന്മകളാൽ നമ്മളെ നിറയ്ക്കുമെന്ന്. ഇതെല്ലാം ഹല്ലേലൂയ ന്യൂ കവനന്റ് ഹല്ലേലൂയ ഉടമ്പടിയാ ദൈവവുമായിട്ടുള്ളത്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നിറവേറാത്തത് ഹല്ലേലൂയ ദൈവാത്മാവ് ഇന്ന് പകൽ സമയം ഹല്ലേലൂയ ദൂതായി പറയുന്നു, ദൈവസന്നിധിയിൽ നീ നിഷ്കളങ്കനായി നടക്ക്. ഹല്ലേലൂയ. അപ്പോൾ നിന്റെ മേൽ ദൈവ കൃപയുണ്ടാകും. ഹല്ലേലൂയ. ദൈവ കൃപ ലഭിച്ചവർക്ക് ഹല്ലേലൂയ ദൈവിക വാഗ്ദത്തങ്ങളും ഉണ്ടാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിഷ്കളങ്കരായി നടക്കുവാൻ ഹല്ലേലൂയ ദൈവം തിരഞ്ഞെടുത്തവരായി. ഹല്ലേലൂയ. ഓ ഇങ്ങനെ ഹല്ലേലൂയ മറിയേ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതൻ വന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ കൃപ ലഭിച്ചവളെ. ഹല്ലേലൂയ. നിന്നെ എന്തുകൊണ്ടാ ദൈവം തിരഞ്ഞെടുത്തതെന്ന് അറിയാമോ? ആ വാഗ്ദത്ത സന്തതി സകല മാനവ കുലത്തിന്റെയും രക്ഷകനായിട്ടുള്ളവൻ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ജന്മം എടുക്കാൻ നിന്നെ തിരഞ്ഞെടുത്തതിന്റെ കാരണം നീ കൃപ ലഭിച്ചവളാ. ഹല്ലേലൂയ. നീ കൃപ ലഭിച്ചവളാ. അബ്രഹാമേ നിനക്ക് വാഗ്ദത്ത സന്തതിയെ തരുന്നത് നീ കൃപ ലഭിച്ചവനായതുകൊണ്ടാ. നോഹേ നിന്നെ ഹല്ലേലൂയ നിന്റെ കുടുംബത്തെയും ദൈവം നശിപ്പിക്കാതെ വേർതിരിച്ചത് നീ ദൈവ കൃപ ലഭിച്ചവനായതുകൊണ്ടാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വേഗത്തിൽ ആ വാക്യം ഒന്ന് വായിച്ച. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 28. ലൂക്കോസ് 1-ന്റെ ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്നു.
ആ ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്ന്, കൃപ ലഭിച്ചവളെ, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട്. കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നോഹയോട് എന്ത് പറഞ്ഞു? ഹല്ലേലൂയ, കൃപ, നിനക്ക് ദൈവകൃപ ലഭിച്ചവനാ, നീ നിഷ്കളങ്കനും നീതിമാനും, പിന്നെയോ ദൈവത്തോട് കൂടെ നടക്കുന്നവനുമാ. ഹല്ലേലൂയ. മറിയോട് എന്ത് പറഞ്ഞു? ഹല്ലേലൂയ, കൃപ ലഭിച്ചവളെ, ദൈവം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവ കൃപ ലഭിച്ചവരുടെ കൂടെ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. അവൻ കൂടെ നടക്കും. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു ദൈവത്തോട് കൂടെ നടക്കുവാൻ? ഹല്ലേലൂയ. കൃപ ലഭിച്ചവരായി തീരുവാൻ. അതുകൊണ്ട് ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനത്തിൽ എല്ലാം പറയുന്നത്, കൃപയാലല്ലോ ഞങ്ങൾക്ക് ഇത് ലഭിച്ചത്. കൃപയാൽ ലഭിച്ച ദൈവത്തിന്റെ മർമ്മം, ഹല്ലേലൂയ, കൃപയാൽ ലഭിച്ച ഈ ശുശ്രൂഷ, ഹല്ലേലൂയ, കൃപയാൽ നിലനിൽക്കുന്നു. ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവ കൃപ. ഹല്ലേലൂയ. എന്താ കാരണം? ഹല്ലേലൂയ, നിഷ്കളങ്കനായി നീതി പ്രവർത്തിക്കുകയും ഹല്ലേലൂയ ദൈവത്തോട് കൂടെ നടക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഹല്ലേലൂയ കൃപ ഹല്ലേലൂയ ഇന്ന് ലഭിക്കാനായി ഹല്ലേലൂയ നോഹയെ കുടുംബത്തെ ദൈവം സെപ്പറേറ്റ് ചെയ്തു. ഹല്ലേലൂയ. എന്താ? ഹല്ലേലൂയ, അവൻ ദൈവ കൃപ ലഭിച്ചവനാ. ഓ, ഇന്ന് ക്രിസ്തുവേശുവിൽ ഹല്ലേലൂയ ദൈവ കൃപ ലഭിച്ചവനായ നാം, ഹല്ലേലൂയ, ദൈവ കൃപയാൽ നാം ഹല്ലേലൂയ വീണ്ടെടുക്കപ്പെട്ടത്. നാം ഈ കർത്താവായ യേശുവിനെ തിരിച്ചറിഞ്ഞത് അത് ദൈവ കൃപയാ, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല. ദൈവത്തിന്റെ കൃപയാ. ഇന്നും അനേകരുടെ കണ്ണ് മൂടിയിരിക്കുമ്പോൾ, ഇന്നും അനേകർ ഹല്ലേലൂയ സകല മാനവകുലത്തിന്റെ രക്ഷകനായ യേശുവിനെ ഹല്ലേലൂയ ആ രക്തത്തിന്റെ വിലയും തിരിച്ചറിയാതിരിക്കുമ്പോൾ നമുക്കിത് തിരിച്ചറിയുവാനും ഈ ദൈവത്തെ ആരാധിക്കേണ്ട വിധത്തിൽ ആരാധിക്കുവാനും ഈ ദൈവിക നന്മകളെ പ്രാപിക്കുവാനും നമുക്ക് കഴിഞ്ഞത് ആ ദൈവ കൃപ ലഭിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെ ലഭിച്ചവരാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നു, ഹല്ലേലൂയ, നീ ദൈവത്തോട് കൂടെ നടക്കണം. നീ ദൈവത്തോട് കൂടെ നടക്കണം. നീ ദൈവ കൃപ ലഭിച്ച വ്യക്തിയാണെങ്കിൽ നീ ദൈവത്തോട് കൂടെ നടക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറയാമോ കർത്താവേ, ഹല്ലേലൂയ, ലോകത്തിന് ചേർന്നല്ല, ഹല്ലേലൂയ, ലോകമോഹങ്ങൾക്കൊത്തല്ല ഞാൻ നടക്കുന്നത്. ഹല്ലേലൂയ, ദൈവമേ, അങ്ങയോട് ചേർന്ന് നടക്കുവാൻ, ഹല്ലേലൂയ, അങ്ങയുടെ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ. ഹല്ലേലൂയ. കാരണം ആർക്കും സഹിച്ചുകൂടാൻ കഴിയാത്തൊരു നാൾ വരുന്നുണ്ട്. ഹല്ലേലൂയ. ആർക്കും ഹല്ലേലൂയ സഹിക്കാൻ കഴിയാത്തതായ നാൾ വരുന്നുണ്ട്. നോഹയുടെ കാലത്തിലെ മഹാപ്രളയം പോലെ ഹല്ലേലൂയ ആരും അറിയാതിരിക്കുന്ന ഒരു സമയത്ത് അത് കടന്നു വരും. ഹല്ലേലൂയ. എന്നാൽ ദൈവ കൃപ ലഭിച്ചവർക്ക് ഹല്ലേലൂയ അവരെ കൂട്ടിക്കൊണ്ടു പോകുവാൻ കർത്താവായ യേശു മടങ്ങി വരും. ഹല്ലേലൂയ. ആര്യ ദൈവ കൃപയിൽ ദൈവത്തോടൊപ്പം നടക്കുന്നവർ, നീതി പ്രവർത്തിക്കുന്നവർ, ഹല്ലേലൂയ, നീതി പ്രവർത്തിക്കുന്നവർ, ഹല്ലേലൂയ. ഈ തിരുവചനത്തിൽ നീതി പ്രവർത്തിക്കുന്ന നീതിമാന് ഒരു ദോഷവും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. നീതിമാന്റെ ഭവനത്തിൽ ഹല്ലേലൂയ ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ഹല്ലേലൂയ. അവൻ നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും. ഇല വാടത്തില്ല, തക്ക സമയത്ത് ഫലം കായ്ക്കും. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ നീതിമാനായിരിക്കുക എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ദൈവകൃപ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ദൈവകൃപ ലഭിച്ചിട്ട് ദൈവത്തോടൊപ്പം നടക്കാൻ കഴിയാതെ വന്നാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മുമ്പിൽ നിഷ്കളങ്കരായിരിക്കാൻ കഴിയാതെ വന്നാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവേ, ഞാൻ നീതിമാനായി നിഷ്കളങ്കനായി, ഹല്ലേലൂയ, ഒരു കാര്യത്തിലല്ല സകലത്തിലും. തിരുവചനത്തെ അപ്പോസ്തലനായ പൗലോസ് ഒരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാതിരുന്നാൽ അതെനിക്ക് ദോഷമായി വരത്തില്ലയോ എന്ന് വെച്ചാൽ, മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുന്ന ചെറിയ വിഷയത്തിൽ പോലും, പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ പോലും ഹല്ലേലൂയ നീതിമാനായി നിഷ്കളങ്കനായിരിക്കാൻ അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ താല്പര്യപ്പെട്ടിരുന്നു. ഹല്ലേലൂയ.
ഇന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ പ്രാർത്ഥനയ്ക്ക് ആവശ്യം പോലെ കാരണങ്ങളുണ്ട്. മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, ആത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. സകലത്തിലും ഹല്ലേലൂയ നിഷ്കളങ്കരായി ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി. നമ്മൾ മനുഷ്യരുടെ, നമ്മുടെ എല്ലാവരും ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ന്യായീകരിക്കും സകലത്തെയും. ഹല്ലേലൂയ. ന്യായീകരിക്കുന്നവരെ ദൈവത്തിന് താല്പര്യമില്ല. ഹല്ലേലൂയ. തന്റെ കുറവുകളെ മനസ്സിലാക്കി ഹല്ലേലൂയ ദൈവ വാക്ക് കൽപ്പനയ്ക്കനുസരിച്ച് നീങ്ങുന്നവർ. നമുക്ക് എക്സ്ക്യൂസുകൾ അനേകമുണ്ട്. ദൈവമേ ഹല്ലേലൂയ, ഇങ്ങനെ അബദ്ധം പറ്റിപ്പോയി, കാരണം ഇതായിരുന്നു എൻ്റെ സാഹചര്യം, ഇതായിരുന്നു സിറ്റുവേഷൻ, ഇങ്ങനെ ആ സാഹചര്യത്തിലല്ല ഞാൻ ചെയ്തത്. ദൈവത്തിന് അതല്ല അറിയേണ്ടത്. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ മുൻപിൽ നീതിമാനും നിഷ്കളങ്കനുമായി അങ്ങനെയുള്ളവരോട് കൂടെ നടക്കുക. ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ നടന്നവരെല്ലാം ഇങ്ങനെയായിരുന്നു. ഹല്ലേലൂയ. തിരുവചനത്തിൽ നോക്കിയ ദൈവത്തോട് കൂടെ നടന്നവരെല്ലാം ഹല്ലേലൂയ നീതിമാന്മാരും നിഷ്കളങ്കരുമായിരുന്നു. ഹല്ലേലൂയ. ഒരു ഇയ്യോബിനെ കുറിച്ച് പറയുന്നുണ്ട്, നീതിമാനായ ഇയ്യോബ്. ഹല്ലേലൂയ. നീതിമാനായ ഇയ്യോബിന് വേണ്ടി ദൈവം അവന്റെ കഷ്ടകാലങ്ങളിൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ കഷ്ടതയിലാണോ ഇരിക്കുന്നത്? ഹല്ലേലൂയ ബുദ്ധിമുട്ടിലാണോ, പ്രയാസത്തിലാണോ, വേദനയിലാണോ, രോഗത്താലാണോ ഇരിക്കുന്നത്? ഇതെല്ലാം ഹല്ലേലൂയ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ നഷ്ടവും നാശവും കഷ്ടതയും പട്ടിണിയും ഹല്ലേലൂയ രോഗവും സകലതും ഉണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ അതിലും നീ ദൈവത്തിന്റെ മുമ്പിൽ നിഷ്കളങ്കനായിരുന്നാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന നിന്നോട് സംസാരിക്കുകയും നിന്റെ ബുദ്ധിമുട്ടുകളെ മാറ്റുകയും നിന്റെ രോഗത്തെ മാറ്റുകയും നിന്റെ നഷ്ടങ്ങളെ ഇരട്ടിയാക്കി തരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഓ, ഇയ്യോബിന്റെ ജീവിതത്തിൽ താൻ നീതിമാനായിരിക്കെ ഹല്ലേലൂയ തനിക്ക് കഷ്ടം വന്നപ്പോൾ ഉപദേശിക്കാൻ ഒരുപാട് പേരുണ്ട്. ഇന്ന് ഹല്ലേലൂയ പലരും പെട്ടുപോകുന്നത് മറ്റുള്ളവരുടെ ഉപദേശത്തിന്റെ മുമ്പിലാണ്. ഹല്ലേലൂയ അത് ചെയ്യരുത്, ഹല്ലേലൂയ ദോഷമുണ്ടാകും, ഇത് ചെയ്യരുത്, ഹല്ലേലൂയ പുറത്തു പോകരുത്, ഹല്ലേലൂയ സഭാരാധനയ്ക്ക് പോകരുത്, പല ഉപദേശങ്ങളാ. എന്നാൽ ഇയ്യോബിന് പറയാനൊന്നുണ്ട്. ഹല്ലേലൂയ. തന്റെ ഭാര്യയായ പോലും പറയും, ദൈവം തരുന്ന നന്മ മാത്രമല്ല തിന്മയായാലും ഹല്ലേലൂയ അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാ. ഞാൻ അവനെ തള്ളി പറയത്തില്ല. ഹല്ലേലൂയ. ഞാൻ അവനെ തള്ളി പറയത്തില്ല. പിന്നെയോ ഹല്ലേലൂയ അവൻ എന്നെ കൊന്നാ പോലും ഞാൻ അവനായി കാത്തിരിക്കും. ഹല്ലേലൂയ. ദൈവങ്ങളെ ഒന്ന് ആലോചിച്ചേ. ഹല്ലേലൂയ. ഇയ്യോബിന്റെ വിശ്വാസവും നിഷ്കളങ്കത്വവും ആ നീതിബോധമൊക്കെ കണ്ടോ? അവൻ എന്നെ കൊന്നാൽ എന്ന് വെച്ചാൽ ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം എന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് തന്നെ കാത്തിരിക്കും. ഹല്ലേലൂയ. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് കാത്തിരിക്കുമെന്ന്. ഹല്ലേലൂയ. നമുക്കറിയാം പലരും ചെറിയൊരു രോഗം വന്നാൽ പോലും ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോകുന്നവരാ, ദൈവത്തെ സംശയിക്കുന്നവരാ. ഹല്ലേലൂയ. ഈ ദൈവം ഉണ്ടോ എന്ന് പോലും ചോദിച്ചു പോകും. വലിയ വിശ്വാസത്തിൽ നിൽക്കും. ചെറിയൊരു രോഗം വന്നാൽ ചോദിക്കും, ഹല്ലേലൂയ ഈ ദൈവം ഉണ്ടോ, സൗഖ്യമാക്കുവോ? ഹല്ലേലൂയ. ഇയ്യോബിന് പറയുന്നുണ്ട്, അവൻ എന്നെ കൊന്നാലും. ഹല്ലേലൂയ. ഇയ്യോബിന്റെ നിഷ്കളങ്കത്വം. ഹല്ലേലൂയ. അവൻ എന്നെ കൊന്നാലും. ഉപദേശിക്കാൻ സുഹൃത്തുക്കളുണ്ട്, ഭാര്യയുണ്ട്. ഹല്ലേലൂയ. ഇയ്യോബിന് പറയുന്നുണ്ട്, ഹല്ലേലൂയ ഇതൊന്നും എന്റെ വിഷയമല്ല. എന്റെ ശരീരം പുഴുവെടുത്തുകൊണ്ടിരുന്നാലും ഹല്ലേലൂയ അത് സഹിക്കാൻ വയ്യാതെ ഞാൻ കിടന്നുരുണ്ടാലും ഹല്ലേലൂയ ഞാൻ അവനെ തള്ളി പറയത്തില്ല. ഹല്ലേലൂയ. എന്നിട്ടോ ഹല്ലേലൂയ ഞാൻ അവൻ എന്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. ഇന്ന് പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. കൊറോണയല്ല, ഏത് മഹാവ്യാധി ഹല്ലേലൂയ എന്റെ ജീവിതത്തിന്റെ നേരെ ആഞ്ഞടിച്ചാലും ഹല്ലേലൂയ ഞാൻ പിന്മാറത്തില്ല. അവൻ എന്നെ കൊന്നാലും ഞാൻ പിന്മാറി പോകത്തില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. ഹല്ലേലൂയ. എന്നെ വിളിച്ചവൻ എന്നെ വീണ്ടെടുക്കുന്ന ദൈവമാകിയാൽ ഹല്ലേലൂയ എന്ത് വലിയ പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിന്റെ നേരെ ആഞ്ഞടിച്ചാലും ഏത് പ്രതികൂലങ്ങൾ വന്നാലും ഹല്ലേലൂയ ദേശം മുഴുവൻ ഹല്ലേലൂയ രോഗഭയത്താൽ ഇരുന്നാലും ഞാൻ അവനെ സ്തുതിക്കും, ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ ഭയക്കത്തില്ല. കാരണം ഞാൻ എന്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. ഹല്ലേലൂയ.
കഴിഞ്ഞ ദിവസങ്ങളെ ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, കൊറോണ സമയത്ത് പുറത്തു പോകുന്നതൊക്കെ പ്രശ്നമല്ലേ, ഈ രോഗം വന്നാൽ ഈ രോഗം വരത്തില്ലേ? ഞാൻ പറഞ്ഞു, എന്റെ ദൈവം എന്നെ വിളിച്ചത് രോഗം വരുത്താനല്ല. അത് എന്നോട് അടുക്കത്തില്ല. അഥവാ എനിക്കത് ഉണ്ടായാൽ എനിക്ക് ഒരു കാര്യം മനസ്സിലാകും, എന്റെ ഈ ഭൂമിയിലെ വേല തീർന്നു. എന്റെ വേല കഴിഞ്ഞു. ഇനി എനിക്ക് എന്റെ പ്രാണപ്രിയന്റെ അടുത്ത് പോയാൽ മതി. ഇല്ലാതെ വർഷങ്ങളോളം ഈ ഭൂമിയിൽ കിടന്ന് ഉള്ള സകലവിധ കൊറോണയ്ക്ക് പകരമുള്ള പ്രഷറും ഷുഗറും സകലവിധ രോഗവും പിടിച്ച് ഇവിടെ കിടന്ന് അലയുന്നതിലും ഭേദം വേല കഴിഞ്ഞാൽ വേലയ്ക്ക് അയച്ചവന്റെ അടുത്തേക്ക് മടങ്ങി പോകുന്നതാ നല്ലത്. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? ദൈവം അറിയാതെ നമ്മുടെ തലയിലെ ഒരു മുടി പോലും കൊഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ അത് സമ്മതിക്കത്തില്ല. അതിനപ്പുറമായി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അത് ദൈവം അറിയാതെ അല്ല. നമ്മുടെ ടൈം കഴിഞ്ഞു. തന്ന ടൈമിൽ നമ്മൾ ചെയ്യാനുള്ള ചെയ്തോ ഇല്ലയോ എന്നതാണ് വിഷയം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സിൽ തന്നിരിക്കുന്ന എല്ലാവരുടെ ജീവിതം എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാ പറയുന്നത്. ആയുസ് എണ്ണപ്പെട്ടിരിക്കുന്നു. ആ എണ്ണപ്പെട്ടിരിക്കുന്ന ടൈമിൽ ദൈവം ഏൽപ്പിച്ചതിനെ ചെയ്തോ ഇല്ലയോ? ദൈവത്തിന്റെ വേല ചെയ്തു തീർക്കാൻ 100 വർഷമൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല. യേശു കർത്താവിന് വെറും 3.5 വർഷം മതിയായിരുന്നു. വെറും 3.5 വർഷം കൊണ്ട് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്തതിനെ ചെയ്ത് സകല മനുഷ്യനെയും ദൈവത്തോട് നിരപ്പിലേക്ക് കൊണ്ടുവന്നു. കർത്താവ് കഴിഞ്ഞ 30 വർഷം വേസ്റ്റ് അല്ലേ? ഇല്ല, കഴിഞ്ഞ 30 വർഷം ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി വെറും 3.5 വർഷം കൊണ്ട് പലർക്കും പറയാൻ കാണും, ഈ ഒരു സമയത്ത് അകത്തിരുന്നാൽ ഇനി നല്ല പോലെ വർഷങ്ങളോളം ദൈവത്തെ പ്രസ്താവിച്ചൂടെന്ന്. പ്രശ്നം മാറിയിട്ടല്ല, പ്രശ്നത്തിന്റെ നടുവിൽ ഇറങ്ങി നിന്നാൽ പ്രശ്നം നമ്മളെ വിട്ടോടും. 30 വർഷമോ 50 വർഷമോ 100 വർഷം ചെയ്യാനുള്ളത് പ്രതികൂലത്തിന്റെ മധ്യേ ദൈവത്തിൽ വിശ്വസിച്ച് ഇറങ്ങി നിൽക്കുന്നവനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. മോശയുടെ 80 വർഷം ചെയ്യാൻ കഴിയാത്തതിനെ 80 വർഷം കഴിഞ്ഞപ്പോൾ കുറച്ച് നാളുകൾ കൊണ്ട് ഒരു ഈജിപ്തിനെ തകർത്തില്ലാതാക്കി ജനത്തെ വിടുവിക്കുവാൻ 400 വർഷമായി അടിമത്തത്തിൽ കിടന്ന ജനത്തിന് ഒരു മോശയുടെ കുറച്ച് നാളുകൾ മതിയായിരുന്നു. മനസ്സിലാക്കുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ടൈമിൽ വിശ്വസ്തരായി നീതിമാന്മാരായി നിഷ്കളങ്കരായി നിന്നാൽ, ദൈവത്തോട് കൂടെ നടന്നാൽ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയാത്തതിനെ ചില നിമിഷങ്ങൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് നമ്മളിലൂടെ ചെയ്യിപ്പിക്കുവാൻ ഇനി മുൻപോട്ടുള്ള കാലങ്ങളെ കുറിച്ച് ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇതുവരെ കൊറോണയ്ക്കെതിരെയുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. 6-7 മാസം കഴിഞ്ഞു. മെഡിക്കൽ ഫീൽഡ് ഇപ്പോഴും പരാജയത്തില്ല. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി എന്തെന്നും അറിയുമോ? നമ്മുടെ കേരളത്തിൽ ഫുൾ ലോക്ക്ഡൌൺ ചെയ്തു. ഇത് കയറാതിരിക്കുവാൻ ഫുൾ ലോക്ക്ഡൌൺ ചെയ്തു. എല്ലായിടവും പോലീസാണ്. ആരെയും ഒരു പഞ്ചായത്തിൽ നിന്ന് അപ്പുറത്ത് പോലും വിടുന്നില്ല. ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടും ഏതോ ഒരുത്തൻ ആരും കാണാതെ തമിഴ്നാട്ടിലാണ്ട് പോയി ഇതും കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു. മനുഷ്യൻ എത്ര പൂട്ടി വെച്ചാലും എത്രയൊക്കെ പൂട്ടി സേഫ് ആണെന്ന് പറഞ്ഞിരുന്നാലും ദൈവം ചിലത് ചെയ്യാൻ നിശ്ചയിച്ചാൽ അതിനെ തടുക്കാൻ ഒക്കത്തില്ല. എന്നാൽ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവർ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഇത് നല്ലൊരു അവസരമാണ്. ഇത് നല്ലൊരു അവസരമാണ്. തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, താൻ വീര്യം പ്രവർത്തിക്കുന്ന ദൈവമെന്ന് അവൻ മോശയിലൂടെ തെളിയിച്ചെന്ന്. മോശയിലൂടെ താൻ വീര്യം പ്രവർത്തിക്കുന്ന ദൈവമെന്ന് ദൈവം തെളിയിച്ചെങ്കിൽ നമ്മളിൽ ഓരോരുത്തരിലൂടെയും തെളിയിക്കുവാൻ
നമ്മളിൽ ഓരോരുത്തരിലൂടെയും താൻ സർവശക്തനായ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം എന്ന് ഹല്ലേലൂയ തെളിയിക്കുവാൻ ദൈവം റെഡിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തെഫാനോസ് അധികം നാളൊന്നും ശുശ്രൂഷിച്ച് നടന്നില്ല. അവൻ ആയിരുന്ന ടൈമിൽ ഹല്ലേലൂയ ആരും ചെയ്യാതെ ആരും കാണാത്തതായ സ്വർഗത്തിലെ ഹല്ലേലൂയ പിതാവായ ദൈവവും പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പുത്രനായ യേശു ക്രിസ്തു നിൽക്കുന്നത് കണ്ട വ്യക്തിയാ. ഹല്ലേലൂയ. 100-150 വർഷം ഹല്ലേലൂയ ഭൂമിയിൽ ജീവിച്ചിരുന്ന് ദൈവവേല ചെയ്തു എന്ന് പറഞ്ഞവർ ഇന്നും ഇതുവരെയും കണ്ടിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ കുറച്ച് നാളത്തെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ശക്തനായി നിഷ്കളങ്കരായി നിന്നപ്പോൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിതമൊക്കെ നോക്കി എത്ര വർഷമായല്ലേ? ഇതൊരു പൂർണ്ണമായി ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ അല്ലാതെ നമ്മുടെ ജോലി ഏതെങ്കിലും ജോലിയിൽ പെർമനന്റ് ആയി കണ്ടിന്യൂസ് ആയി 10-30 വർഷം നിന്നോ? അതിൽ സംതൃപ്തി ഉണ്ടായോ? ഏതൊരു കാര്യത്തിലെടുത്താലും അതിൻ്റെ അകത്തെല്ലാം ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതിലൊന്നും പൂർണ്ണ സന്തോഷം ലഭിച്ചിട്ടില്ല. യേശുവിൽ അല്ലാതെ പൂർണ്ണത മറ്റൊന്നിലുമില്ല. ഹല്ലേലൂയ. യേശുവിൽ അല്ലാതെ പൂർണ്ണത മറ്റൊന്നിലുമില്ല. ഹല്ലേലൂയ. അവനെ ആശ്രയിക്കുന്നവർക്ക് ദൈവകൃപ, ദൈവകൃപ, ദൈവകൃപ. ഒന്ന് പറഞ്ഞ ദൈവമേ, കൃപയാൽ ഞാൻ നിലനിൽക്കുവാൻ. ഹല്ലേലൂയ. കൃപയാൽ ഈ വെളിപ്പാടുകളെ ഞാൻ പ്രാപിക്കുവാൻ, കൃപയാൽ ഹല്ലേലൂയ ഞാൻ സ്വർഗത്തിലുള്ള അതിനെ ദർശിക്കുവാൻ, ദൈവ കൃപയാൽ ചില ശുശ്രൂഷകൾ എന്റെ കയ്യിലേക്ക് ലഭിക്കുവാൻ, ദൈവ കൃപയാൽ ഞാൻ ജാതികളെ വീണ്ടെടുക്കുവാൻ. ദൈവ കൃപയാൽ ഈ മഹാവ്യാധിയിൽ നിന്ന് ഞാനും എന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാൻ, ദൈവ കൃപയാൽ ഹല്ലേലൂയ എല്ലാ പൈശാചിക ബന്ധനത്തിൽ നിന്നും ഹല്ലേലൂയ ഞാനും എന്റെ ദേശവും വിടുവിക്കപ്പെടുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ കൃപയാൽ മഹാപ്രളയത്തിൽ നിന്ന് ഹല്ലേലൂയ ദൈവം രക്ഷിച്ച, ദൈവം വീണ്ടെടുത്ത ഒരു കുടുംബമായ നോഹയെ കുറിച്ച് പറയുന്നു, അവന്റെ മേൽ ദൈവ കൃപയുണ്ടായിരുന്നുവെന്ന്. സകല ജാതികളുടെയും പിതാവായി, വിശ്വാസികളുടെ പിതാവായി തീരുവാൻ ദൈവം തിരഞ്ഞെടുത്ത അബ്രഹാമിന്റെ മേൽ ദൈവ കൃപയുണ്ടായിരുന്നു. അവർ നിഷ്കളങ്കരായി ദൈവത്തിന്റെ മുൻപാകെ നടന്നു. ഹല്ലേലൂയ. സകല മാനവ കുലത്തിന്റെ രക്ഷകനായി യേശു ക്രിസ്തു ഭൂമിയിൽ വരുവാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമായ മറിയയുടെ മേൽ ദൈവ കൃപയുണ്ടായിരുന്നു. അവളോട് കൂടെ ദൈവമുണ്ടായിരുന്നു. അബ്രഹാമിനോട് കൂടെ ദൈവമുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയോട് കൂടെ ദൈവമുണ്ടായിരുന്നു. ദാവീദിനോട് കൂടെ. പ്രാർത്ഥിച്ചേ, കർത്താവേ, നിഷ്കളങ്കരായി നീതി പ്രവർത്തിച്ച് അങ്ങയോട് ചേർന്ന് നടക്കുവാൻ എന്നെയും എന്റെ കുടുംബത്തെയും നോഹയുടെ കുടുംബത്തെയും പ്രളയത്തിൽ നിന്ന് വിടുവിച്ച മാത്രമല്ല, ഹല്ലേലൂയ, തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, വെള്ളം ഹല്ലേലൂയ ഭൂമിയെ മൂടിക്കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ദൈവം നോഹയെയും അവന്റെ കുടുംബത്തെയും അവനോട് കൂടെയുള്ള ജീവജാലങ്ങളെ കുറിച്ച് ഓർത്തു. ഹല്ലേലൂയ. അവനൊരു കാറ്റടിപ്പിച്ചു, ഭൂമിയിൽ നിന്ന് വെള്ളം താണു. ഹല്ലേലൂയ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ നേരെ വരുന്ന പ്രശ്നമല്ല, നമ്മൾ അകപ്പെട്ടു പോയതിൽ നിന്നും ഹല്ലേലൂയ പുറത്തു വരണമെങ്കിൽ, നമ്മുടെ നേരെ വരുന്നതിൽ നിന്ന് ദൈവം വിടുവിക്കുവാൻ, നമ്മൾ എപ്പോഴും അകപ്പെട്ടു പോയതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആ ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ.
എന്നിട്ട് വായിച്ചേ ഹല്ലേലൂയ. അടുത്തത് ഹല്ലേലൂയ. ഉൽപ്പത്തി 6-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 14 വായിച്ചേ. നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. മതി. ഹല്ലേലൂയ. നിർത്തിക്കേ. ഹല്ലേലൂയ. എന്താ വരാൻ പോകുന്ന മഹാപ്രളയത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ദൈവം നോഹയ്ക്ക് പറഞ്ഞു കൊടുക്കുക, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം കേട്ടോ. അതിന്റെ അകവും പുറവും കീല് കൊണ്ട് തേക്കണം. എന്നിട്ട് പിന്നെ പറയുന്നു അതിന്റെ വീതി എത്ര, നീളം എത്ര. ഹല്ലേലൂയ. ഇതിന്റെ മെഷർമെന്റുകളെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. രക്ഷ പ്രാപിക്കുവാൻ നോഹയ്ക്ക് ദൈവം ഒരു പെട്ടകം ഉണ്ടാക്കുവാൻ പറഞ്ഞു കൊടുത്തു. അതേപോലെ തന്നെ ഇസ്രായേൽ ജനത്തിനും രക്ഷ പ്രാപിക്കുവാൻ ഒരു പെട്ടകം ഉണ്ടാക്കുവാൻ ദൈവം മോശയോട് പറഞ്ഞു. പുറപ്പാട് 37 പുറപ്പാട് പുസ്തകം 37-ാം അധ്യായം അതിന്റെ 1. ബെസലേൽ പെട്ടകം ഖദിരമരം കൊണ്ട് ഉണ്ടാക്കി. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരുന്നു. അത് അകവും പുറവും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. മതി. ഹല്ലേലൂയ. നോഹയോട് രക്ഷ പ്രാപിക്കുവാൻ ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അതിന്റെ അകവും പുറവും കീലുകൊണ്ട് തേക്കുവാൻ പറഞ്ഞു. അതിന്റെ നീളവും ആഴവും എല്ലാം പറഞ്ഞു. ഹല്ലേലൂയ. മോശയോട് പറഞ്ഞു, ഇസ്രായേൽ ജനം ദൈവത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ ദൈവയാഗങ്ങളെ അർപ്പിക്കുകയും ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അവർ നീതിയായി നടക്കേണ്ടതിന്, അവർ ദൈവകൃപ പ്രാപിക്കേണ്ടതിന് അവരും ഒരു പെട്ടകം ഉണ്ടാക്കണം. ദൈവ കോപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ, അവരുടെ പാപങ്ങൾ നീങ്ങിപ്പോകുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന് അവരുടെ സന്നിധിയിൽ ഇറങ്ങി വന്ന് സംസാരിക്കേണ്ടതിന് നിങ്ങൾ ഒരു പെട്ടകം ഉണ്ടാക്കണം. അതിന്റെ അകവും അതിന്റെ നീളവും വീതിയെല്ലാം പറഞ്ഞു. അതിന്റെ അകവും പുറം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? സ്വർണം കൊണ്ട് പൂശണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 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 എന്നാൽ പുതിയ നിയമത്തിൽ അറിയാമോ ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരു പെട്ടകമുണ്ട്. ഹല്ലേലൂയ. അത് മരം കൊണ്ടുണ്ടാക്കിയതല്ല. ഹല്ലേലൂയ. ദാവീദ് രാജാവിനോട് ചോദിച്ചാൽ പറയും, സങ്കീർത്തനത്തിൽ പറയും, മാംസളമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച സ്ഥിരമായ ഒരു ആത്മാവിനെ. ഹല്ലേലൂയ. എന്താ ഹല്ലേലൂയ? മരം കൊണ്ടുള്ളതല്ല പുതിയ നിയമത്തിൽ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. മരം കൊണ്ടാക്കി ഒരു പെട്ടകമല്ല ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. നാം എന്ന പെട്ടകത്തിൽ അധിവസിക്കുവാൻ. ഹല്ലേലൂയ. അകവും പുറവും സ്വർണ്ണം, ഒരിടത്ത് സ്വർണം പൂശാൻ പറഞ്ഞു, മറ്റൊരിടത്ത് പറഞ്ഞ് കീല് പുരട്ടണം. എന്താ? പുറത്തു നിന്നുള്ള ഒന്നും അകത്തേക്ക് കയറരുത്. എന്നാൽ ഹല്ലേലൂയ നാം എന്ന ഈ പെട്ടകത്തിന്റെ അകത്ത് ഹല്ലേലൂയ ദൈവത്തിന് അധിവസിക്കേണ്ടതിനും ഹല്ലേലൂയ കെരൂബുകളുടെ നടുവിൽ ഹല്ലേലൂയ സ്വർണം കൊണ്ട് പൂശിയ പെട്ടകത്തിന്റെ നടുവിൽ ഹല്ലേലൂയ ശക്തനായ തേജസ്സുള്ള ദൈവം ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഹല്ലേലൂയ നാം എന്ന പെട്ടകത്തിൽ അധിവസിക്കേണ്ടതിന് ഹല്ലേലൂയ സ്വർണം കൊണ്ട് കീല് കൊണ്ടും അല്ല, ആത്മാവിനെ കൊണ്ട് മുദ്രയിടപ്പെട്ടവരായി. ഹല്ലേലൂയ. യേശു കർത്താവ് ഇത് എവിടെ പറഞ്ഞെന്നറിയുമോ? തന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ യെരൂശലേം ദേവാലയത്തിന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചു കേൾപ്പിച്ചു തന്റെ ശിഷ്യന്മാർ. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കത്തില്ല. ഹല്ലേലൂയ. ഇത് തകർന്നു പോകും. ഈ ആലയം അല്ല ദൈവത്തിന് വേണ്ടുന്നത്. ഇത് പറഞ്ഞതിന്റെ ബാലൻസാ നമ്മൾ വായിച്ചത്. അപ്പോൾ ചോദിച്ചു, ശിഷ്യന്മാർ ചോദിച്ചു, അത് എപ്പോൾ സംഭവിക്കും? മനസ്സിലായോ? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു വന്നത് ഹല്ലേലൂയ ഒരു പെട്ടകത്തെയാ, ഒരു ആലയത്തെ കുറിച്ചാ. ഹല്ലേലൂയ. ദൈവത്തിന് ഇറങ്ങി വന്ന് വസിക്കാൻ പറ്റിയ ഒരു ആലയം.
പഴയ കാലത്തിൽ ഹല്ലേലൂയ കൃപ ലഭിച്ചവർ ഹല്ലേലൂയ ദൈവത്തോട് കൂടെ നടന്നെങ്കിൽ ഹല്ലേലൂയ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കൃപ ലഭിച്ച നമ്മളോട് കൂടെയല്ല നമ്മുടെ അകത്ത് വസിക്കുവാനാ ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ ലോകപരമായ പൈശാചികമായ ഒന്നും നമ്മുടെ അകത്തേക്ക് കയറാതിരിക്കുവാൻ അവൻ തന്റെ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സകല പാപത്തെയും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധ്യം വരുത്തുവാൻ സത്യത്തിന്റെ ആത്മാവ് എന്നൊരു കാര്യസ്ഥനെ നമുക്ക് അയച്ചു തന്നിരിക്കുകയാണ്. ഇവിടെ സ്വർണ്ണവും കീലും അല്ല ആവശ്യം. ഹല്ലേലൂയ ഇവിടെ ദൈവാത്മാവിനെ ആവശ്യം. ഹല്ലേലൂയ ഓ മോശയോട് ഹല്ലേലൂയ ഇങ്ങനെ ഹല്ലേലൂയ നോഹയോട് പറഞ്ഞു ഹല്ലേലൂയ നിന്റെ പെട്ടകത്തിന്റെ അകത്തളങ്ങൾ ഹല്ലേലൂയ മുറികൾ ഉണ്ടാക്കണം. ഹല്ലേലൂയ മോശയോട് പറഞ്ഞു ഹല്ലേലൂയ നിന്റെ പെട്ടകത്തിന്റെ അകത്തും സ്പേസ് ഉണ്ടാകണം, അറ വേണം. ഹല്ലേലൂയ എന്തിനോ വടി വയ്ക്കാനും മന്ന വയ്ക്കാനൊക്കെ. എന്നാൽ ഹല്ലേലൂയ ദൈവമക്കളെ നാം എന്ന ദൈവത്തിന്റെ ആലയത്തിന്റെ അകത്ത് മുറികൾ ഹല്ലേലൂയ വടി വയ്ക്കുവാനും ഹല്ലേലൂയ മൃഗങ്ങളെ കയറ്റി നിറയ്ക്കുവാനും അല്ല, സർവശക്തനായ ദൈവത്തിന് ഇറങ്ങി വന്ന് വസിക്കേണ്ടതിന്. ഓ പഴയ കാലത്തിൽ കൃപ ലഭിച്ചവരോട് കൂടെ ദൈവം വന്ന് നടന്നെങ്കിൽ, അവരോട് കൂടെ ഇരുന്നെങ്കിൽ ഓ ഹല്ലേലൂയ ഈ അന്ത്യനാളുകളിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കൃപ നേടിയവരായ നമ്മളിൽ വസിക്കുവാൻ, അവൻ വാസം ചെയ്യുവാൻ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഉണ്ടാക്കിയ പെട്ടകത്തിന്റെ അകത്ത് ഹല്ലേലൂയ വെള്ളം കയറിയില്ലെങ്കിൽ ഹല്ലേലൂയ എന്താ ഹല്ലേലൂയ അവനെ നോഹയെയും കുടുംബത്തെയും ഇല്ലാതാക്കുവാൻ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളത്തിന് ജലപ്രളയത്തിന് കയറാൻ പറ്റിയില്ലെങ്കിൽ ഓ ദൈവം അധിവസിക്കുന്ന നമ്മുടെ ശരീരങ്ങളെ തൊടുവാൻ ഒരു മഹാവ്യാധിക്കോ ഹല്ലേലൂയ ഒരു കഷ്ടത്തിനോ നാശത്തിനോ മരണത്തിനോ കഴിയത്തില്ലെന്ന് ഇന്ന് പകൽ സമയം ദൈവാത്മാവ് ദൂതായിട്ട് അറിയിക്കുകയാണ്. പെട്ടകം കൊണ്ടുപോകുന്നിടത്ത് ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളുടെ മുൻപേ ജയമുണ്ടായെങ്കിൽ അന്ത്യനാളുകളിൽ ഓ കർത്താവ് വാസം ചെയ്യുന്ന നാം എന്ന പെട്ടകം പോകുന്നിടത്ത് ജയമുണ്ടാകും. അത് വ്യാധി ഉള്ളിടത്തോ ഹല്ലേലൂയ അത് പ്രശ്നമുള്ളിടത്തോ അത് മരണമുള്ളിടമോ എവിടോ ആകട്ടെ, ഏത് മരണ താഴ്വരയിൽ കൂടെ നീ നടന്നു പോയാലും നീ ദൈവത്തിന്റെ വാസസ്ഥലമാണെങ്കിൽ നിനക്ക് തന്നെ ജയമുണ്ടാകും. ഇസ്രായേൽ ജനം സ്വർണം കൊണ്ട് പൂശിയ മരം കൊണ്ടുണ്ടാക്കിയ പെട്ടകം ദൈവം ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വന്ന എന്ന് വെച്ചാൽ സ്ഥിരമായി അധിവസിക്കാത്ത പെട്ടകം. അതുകൊണ്ട് പോയപ്പോൾ സകല ശത്രുക്കളും തോറ്റെങ്കിൽ, അവർ പോയ യുദ്ധത്തിലെല്ലാം അവർ ജയിച്ചെങ്കിൽ ഹല്ലേലൂയ സ്ഥിരമായി ഹല്ലേലൂയ അവൻ വാസം ചെയ്യുന്ന അവന്റെ ആലയമായ നമ്മൾ പോകുന്നിടത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ വഴിമാറാത്തതായി ഒന്നും കാണത്തില്ല. ഹല്ലേലൂയ ജയം ലഭിക്കാത്തതായി ഒരു വിഷയവും ഉണ്ടാകത്തില്ല. ഓ ദൈവാത്മാവ് ആരോടൊക്കെയോ ദൂത് പറയുന്നു, നീ പോകുന്നിടത്ത് നിന്റെ ഭവനത്തിന്റെ അകത്ത്, ദേശത്തിൽ, നിന്റെ ജോലി സ്ഥലത്ത് ഹല്ലേലൂയ നിന്റെ സഭയിൽ ഹല്ലേലൂയ നിന്റെ പട്ടണത്തിൽ ഹല്ലേലൂയ നിന്റെ സ്റ്റേറ്റിൽ നിന്റെ രാജ്യത്തിൽ നീ എവിടൊക്കെ കടന്നു പോകുന്നു അവിടെയൊക്കെ ജയം നൽകുവാൻ നിന്നിൽ അധിവസിക്കുന്ന വെളിച്ചങ്ങളുടെ ദൈവമായ മഹാശക്തനായ മഹാവീരനായ മോശയോട് കൂടെ ഇരുന്ന് വീര്യം പ്രവർത്തിച്ചെങ്കിൽ നിന്റെ ഉള്ളിൽ ഇരുന്ന് വീര്യം പ്രവർത്തിക്കുവാൻ, മോശയോട് കൂടെ മോശയുടെ കരത്തോട് കൂടെ നിന്ന് ഹല്ലേലൂയ അത്ഭുതങ്ങളെ ചെയ്തെങ്കിൽ നിന്റെ ഉള്ളിൽ വാസം ചെയ്ത് നിന്നെ അത്ഭുതമാക്കി മാറ്റുന്നവൻ മോശയോട് കൂടെ നടന്ന ദൈവം ഹല്ലേലൂയ മരം കൊണ്ടുണ്ടാക്കിയ പെട്ടകത്തിലൂടെ ഹല്ലേലൂയ അവന് ജീവനെ നൽകിയെങ്കിൽ കർത്താവായ യേശുവിന്റെ വരവിൽ ഹല്ലേലൂയ അവന്റെ ആലയമായ ഹല്ലേലൂയ നമ്മിൽ വാസം ചെയ്യുന്ന ദൈവം അവന്റെ ശരീരത്തോട് ഹല്ലേലൂയ നമ്മളെ വീണ്ടെടുക്കുവാൻ അവൻ മരണത്തിൽ നിന്ന് ഉയർത്തവനാകിയാൽ
നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുവാൻ നമ്മളിൽ വാസം ചെയ്യുന്നവൻ ആരാ? അവൻ കുഷ്ഠരോഗിയെ തൊട്ടാൽ കുഷ്ഠം അവനിൽ കയറത്തില്ല. അവന്റെ മേലുള്ള സൗഖ്യം കുഷ്ഠരോഗിയുടെ മേൽ പോകുമെങ്കിൽ, ഓ ദൈവാത്മാവിൽ ആരൊക്കെയോ ഇത് റിസീവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നീ ഏറ്റെടുക്ക. നീ കൊടുന്ന വ്യക്തികൾ സൗഖ്യമാകാൻ പോകുക. നീ വലുതായി ഒന്നും പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. നീ ഒരു വ്യക്തിയെ തൊട്ടാൽ, നീ ഒരു വ്യക്തിയോ ഒരു രോഗി ഉള്ളിടത്ത് കടന്നു ചെന്നാൽ, നീ ഒരു ദേശത്തിൽ കടന്നു ചെന്നാൽ ആ ദേശത്തിന് സൗഖ്യം വരുത്തുന്ന രീതിയിൽ നിന്നെ സ്വർണം കൊണ്ട് പൂശിയതല്ല, അല്ലെങ്കിൽ നിന്നെ കീഴ് കൊണ്ട് പൂശിയതല്ല, പിന്നെയോ വിലമതിക്കാനാകാത്തതായ ക്രിസ്തുയേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ദൈവത്തിന്റെ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാകിയാൽ അവന്റെ വീണ്ടെടുപ്പ് നാളിലേക്ക് വേണ്ടി ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാകിയാൽ, ഏത് നാള് ഈ സഹിച്ചു കൂടാൻ പറ്റാത്ത ഒരു നാളില്ലേ, ആ നാളിൽ ഇതൊന്നും നിന്നെ തൊടാതെ നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സ്വർണമല്ല, കീലല്ല, തന്റെ ആത്മാവിനാൽ അവൻ നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണെന്ന്. ദൈവം കൂടിയിരുന്ന അബ്രഹാം പോയടത്തൊക്കെയും അവന് ജയമുണ്ടായി. അവൻ 4 രാജാക്കന്മാർക്കെതിരെ വെറും 300 പേരുമായി പോയി ജയിച്ചു. കാരണം എന്താ? ദൈവ കൂടെയുള്ളവൻ എവിടെ പോയാലും അവന് ജയമുണ്ടാക്കും. എന്നാൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ കൂടെ അല്ല അവൻ ഇരിക്കുന്നത്, നമ്മളിൽ അവൻ വസിക്കുന്നത്. ഞാനും പിതാവും ഞങ്ങൾ ഒരുമിച്ച് നിന്നിൽ വന്ന് വസിക്കും. ആരൊക്കെയാ? ഞാനും പിതാവും. സത്യാത്മാവിനാൽ വഴി നടത്തപ്പെടുന്ന നിന്നിൽ, ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന നിന്നിൽ എന്ന് വെച്ചാൽ ലോകത്തിന്റെ ഒരു കളങ്കത്തിന് കയറി വരുവാൻ, ലോകത്തിലെ ഒരു മാലിന്യങ്ങൾക്കും കയറി വരുവാൻ കഴിയാത്ത രീതിയിൽ, ലോകത്തിലെ ഒരു മഹാവ്യാധിക്കും കയറി വന്ന് തൊടാൻ കഴിയാത്ത രീതിയിൽ, ലോകത്തിലെ ഒരു കഷ്ടതയ്ക്കും ആ ഒരു പ്രശ്നത്തിന് കടന്നു വന്ന് തൊടാൻ കഴിയാത്ത രീതിയിൽ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന നിന്നിൽ ഹല്ലേലൂയ ഞാനും പിതാവും വന്ന് വസിക്കും. ഹല്ലേലൂയ. എത്ര പേര് പറയുന്നു, കർത്താവേ എന്നെ അങ്ങ് ആലയമാക്കി മാറ്റ്. ഹല്ലേലൂയ. എന്റെ മേൽ ആ ഗ്രേസ്, ആ കൃപ അതിന്റെ കർത്താവേ. ഹല്ലേലൂയ. വരാൻ പോകുന്ന ആ നാളുകളിൽ ഞാൻ രക്ഷ പ്രാപിക്കേണ്ടതിന്, എന്റെ കുടുംബം രക്ഷ പ്രാപിക്കേണ്ടതിന്, എന്റെ സഭ രക്ഷ പ്രാപിക്കേണ്ടതിന് കർത്താവേ ഞങ്ങളെ അങ്ങയുടെ ആത്മാവിനാൽ മുദ്രയിട. ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, അങ്ങ് ഞങ്ങളിൽ വന്ന് വാസം ചെയ്യുക. ആ കർത്താവായ യേശു ദേവാലയത്തിൽ നിൽക്കുമ്പോൾ, എനിക്ക് തോന്നുന്നു യോഹന്നാൻ 2:20 തൊട്ടാണെന്ന് തോന്നുന്നു, ചിലർ ചോദിച്ചു, നീ എന്ത് അത്ഭുതമാ ചെയ്തത്? യേശു കർത്താവ് പറഞ്ഞു, ഈ ആലയത്തെ പൊളിക്ക്, ഞാൻ 3 നാൾ കൊണ്ട് ഇതിനെ പണിയാം. നീ ആലയത്തെ പൊളിക്ക്, ഞാൻ 3 നാൾ കൊണ്ട് ഞാൻ ഇതിനെ പണിയാം. എന്നിട്ടോ ഹല്ലേലൂയ, അവിടെ എടുത്തു പറയുന്നുണ്ട്, അവൻ തന്റെ ശരീരം എന്ന ആലയത്തെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഹല്ലേലൂയ. കർത്താവായ യേശു പറഞ്ഞ തന്റെ ശരീരം എന്ന ആലയത്തെ കുറിച്ചായിരുന്നു. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഹല്ലേലൂയ, ദാവീദ് രാജാവ് ചോദിച്ചു. ദാവീദ് രാജാവ് പറഞ്ഞു, ഞാൻ ഹല്ലേലൂയ നല്ല കൊട്ടാരത്തിൽ ഉറങ്ങുമ്പോൾ എന്റെ ദൈവത്തിന്റെ പെട്ടകം കൂടാരങ്ങളിൽ ഇരിക്കുന്നു, എനിക്കൊരാലയം പണിയണം, എനിക്കൊരാലയം പണിയണം. പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക.
പിന്നീടോ പ്രവാചകനോട് ദൈവം സംസാരിച്ചു. പ്രവാചകൻ തിരിച്ചു എന്ന് പറഞ്ഞു, അല്ല, ദൈവം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഹല്ലേലൂയ ആലയങ്ങളിൽ അധിവസിച്ചില്ല, ഞാൻ കൂടാരങ്ങളിൽ സഞ്ചരിച്ചു പോരുന്നു. ഒന്ന് വായിക്കാമോ? 1 ദിനവൃത്താന്തം 17. 1 ദിനവൃത്താന്തം 17 അതിന്റെ 5 മുതൽ. ഞാൻ ഇസ്രായേലിനെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ ഒരു ആലയത്തിലും വാസം ചെയ്യാതെ, ഈ സർവശക്തനായ ദൈവം പറയാൻ, ഞാൻ ഇസ്രായേലിനെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ ഒരു ആലയത്തിലും വാസം ചെയ്യാതെ, കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും നിവാസത്തിലേക്കും സഞ്ചരിച്ചു. ഞാൻ വാസം ചെയ്തില്ല, ഞാൻ അധിവസിച്ചില്ല, ഞാൻ സഞ്ചരിച്ചു പോരുന്നു. ഹല്ലേലൂയ. ഞാൻ ഇസ്രായേലിൽ ആരോടെങ്കിലും ആവശ്യപ്പെട്ടോ എനിക്കൊരു ആലയം വേണമെന്ന്, ഹല്ലേലൂയ, നീ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം? ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, അതിന്റെ 11 ഒന്ന് വായിച്ചു. 11 തൊട്ട് നീ നിന്റെ പിതാക്കന്മാരുടെ അടുക്കൽ പോകേണ്ടതിന് നിന്റെ ജീവകാലം തികയുമ്പോൾ ഞാൻ നിന്റെ ശേഷം നിന്റെ പുത്രൻ എന്നല്ല, നിന്റെ പുത്രന്മാരിൽ ഒരുവനായ നിന്റെ സന്തതിയെ എഴുന്നേൽപ്പിക്കുകയും അവന്റെ രാജ്യത്വം സ്ഥിരമാകുകയും ചെയ്യും. ഒന്ന് നിർത്തിക്കുക. ഹല്ലേലൂയ. ഞാൻ നിന്റെ ഹല്ലേലൂയ സന്തതിയിൽ ഹല്ലേലൂയ ഒരുവനെ എഴുന്നേൽപ്പിക്കും, അവന്റെ രാജ്യത്വം സ്ഥിരമായിരിക്കും. ഹല്ലേലൂയ. ദാവീദിന്റെ മുളയിൽ നിന്ന് വന്നവൻ കർത്താവായ യേശുവ, അവന്റെ രാജ്യത്വം, ആ സ്ഥിരമായ രാജ്യത്വം. ഹല്ലേലൂയ. അത് ശലോമോന്റെ അല്ല. ഹല്ലേലൂയ. ദാവീദിന്റെ സിംഹാസനത്തിൽ ഹല്ലേലൂയ ആ വംശത്തിൽ നിന്ന് വന്നവൻ, ഹല്ലേലൂയ, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ യോഗ്യനായവൻ, സ്ഥിരമായ രാജ്യത്വമുള്ളവൻ. എന്റെ അടുത്ത വാക്യം കൂടെ വായിക്കുമോ? അവൻ എനിക്കൊരു ആലയം പണിയും, ഞാൻ അവന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. മതി. ഹല്ലേലൂയ. അവൻ എനിക്കൊരു ആലയം പണിയും, അവന്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരമാക്കും. ഹല്ലേലൂയ. സ്ഥിരമായ സിംഹാസനമുള്ളവൻ, രാജ്യത്വമുള്ളവൻ, അവൻ കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവായ യേശുവിനെ കണ്ടപ്പോൾ ചിലർ വിളിച്ചു പറഞ്ഞത്, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ എന്ന്. കാരണം ഹല്ലേലൂയ, ദൈവിക വാഗ്ദത്ത പ്രകാരം ഹല്ലേലൂയ സ്ഥിരമായി ദൈവത്തിന്റെ ആലയം പണിയുവാൻ വന്നവൻ കർത്താവായ യേശുവായിരുന്നു. ഹല്ലേലൂയ. കാരണം തിരുവചനത്തിൽ പറയുന്നു, അവനിൽ ആത്മാവ് അധിവസിച്ചു. ഹല്ലേലൂയ. സ്ഥിരമായ ആലയത്തെ പണിയാൻ വന്ന കർത്താവായ യേശുവിലായിരുന്നു സകലത്തിന്റെ പൂർണ്ണത. ആത്മാവിന്റെ നിറവ് അവനിലായിരുന്നു. തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, അളവ് കൂടാതല്ലയോ ഹല്ലേലൂയ ദൈവം അവന് ആത്മാവിനെ പകർന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അളവ് കൂടാതല്ലയോ അവന് ദൈവം, പിതാവായ ദൈവം ആത്മാവിനെ പകർന്നത്. ഹല്ലേലൂയ. ആദ്യത്തെ പെട്ടകത്തിന് അളവുണ്ടായിരുന്നു. ഹല്ലേലൂയ. നോഹയുടെ പെട്ടകത്തിന് അളവുണ്ടായിരുന്നു. ഹല്ലേലൂയ. മോശ പണിഞ്ഞ പെട്ടകത്തിന് അളവുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ കർത്താവായ യേശുവിലൂടെ പണിയപ്പെട്ട ആലയത്തിന് ഹല്ലേലൂയ ആ പെട്ടകമാകുന്ന നമുക്ക് ഹല്ലേലൂയ അളവ് കൂടാതെ അവൻ തന്റെ ആത്മാവിനെ പകരുന്നത്. ഹല്ലേലൂയ. അളവ് കൂടാതെ തന്റെ ആത്മാവിനെ പകരുന്നത്. ഹല്ലേലൂയ. യേശു കർത്താവായിരുന്നു തന്റെ ആലയത്തെ പണിയാൻ വന്നത്. സ്ഥിരമായ രാജ്യത്വമുള്ളവൻ, ഉറച്ച സിംഹാസനമുള്ളവൻ. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ ഈ ആലയത്തെ പൊളിക്ക്, നിങ്ങൾ ഞാൻ എന്ന ഈ ശരീരത്തെ പൊളിക്ക്, 3 നാൾ കൊണ്ട് ഞാൻ പണിയാം. ഹല്ലേലൂയ. നിങ്ങൾ ഈ ആലയത്തെ പൊളിക്ക്, ഞാൻ 3 നാൾ കൊണ്ട് ദൈവത്തിന് സ്ഥിരമായിട്ടുള്ള ആലയങ്ങളെ പണിയാം. കർത്താവായ യേശു കാൽവറിയിൽ തകർക്കപ്പെട്ടതുകൊണ്ട്, അവന്റെ ശരീരം തകർക്കപ്പെട്ടതുകൊണ്ട്,
അവന്റെ രക്തം ചൊരിഞ്ഞതുകൊണ്ട് നാം എന്ന ആലയങ്ങൾ ദൈവകൃപയാൽ ഹല്ലേലൂയ നമ്മെ അവന്റെ ആലയങ്ങളാക്കി തീർക്കുവാൻ ഹല്ലേലൂയ മനസ്സിലാകുന്നുണ്ടോ? യേശു ഹല്ലേലൂയ കാൽവറിയിൽ തന്റെ ശരീരത്തെ തകർത്തത് കൊണ്ട് മാത്രമാ നമുക്ക് ഈ രക്ഷ വന്നത്. അതുകൊണ്ട് മാത്രമാ ഹല്ലേലൂയ നാമം അവനിൽ അവകാശികളായി തീർന്നത്. അവനിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും അവകാശത്തിന് പങ്കാളികളുമായി തീർന്നത് എന്താണെന്നറിയാമോ? കർത്താവായ യേശു ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ ആത്മാവ് അധിവസിച്ചിരുന്ന ഹല്ലേലൂയ പൂർണ്ണ ആലയമായിരുന്ന ആ ആലയത്തെ അവൻ തകർത്തു. ഹല്ലേലൂയ അവൻ അതിനെ തകർത്തു. ഹല്ലേലൂയ ആർക്ക് വേണ്ടിയിട്ട്? നമുക്ക് വേണ്ടിയിട്ട്. നമ്മളെ ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദമുള്ളവരാക്കി തീർത്ത് അവന്റെ ആലയങ്ങളാക്കി പണിയേണ്ടതിന്. ഇപ്പൊ മനസ്സിലായി യേശു കർത്താവ് എന്താ പറഞ്ഞെന്ന്? നിങ്ങൾ ഈ ആലയത്തെ പൊളിക്കുന്നത്. ഹല്ലേലൂയ അവിടെ എടുത്തു പറയാം. ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 2:19, 20, 21. യോഹന്നാന്റെ സുവിശേഷം. യേശു അവരോട് ഈ മന്ദിരം പൊളിക്കുവീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് പറഞ്ഞു. യഹൂദന്മാർ അവനോട് ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ ആരെ? യേശുവോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ചത്രേ പറഞ്ഞത്. ഹല്ലേലൂയ. എന്തെന്നറിയാമോ? പരിശുദ്ധാത്മാവ് അധിവസിച്ച ക്രിസ്തു എന്ന ശരീരം തകർക്കാതെ നമ്മളെ അവന്റെ ആലയങ്ങളാക്കി മാറ്റാൻ കഴിയത്തില്ല. അവൻ കാൽവറിയിൽ തകർക്കപ്പെടാതെ നമ്മളെ കൂട്ടവകാശികളാക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു കാൽവറിയിൽ താൻ തകരപ്പെടാതെ അവന്റെ ശരീരത്തിൽ ഹല്ലേലൂയ നമ്മളെ ഏക ശരീരസ്ഥനാക്കി തീർക്കാൻ കഴിയത്തില്ല. കർത്താവായ യേശുവിൽ ആത്മാവ് പൂർണ്ണമായും അധിവസിച്ചെങ്കിൽ അവന്റെ ഏക ശരീരസ്ഥനായ നമ്മളിലും അതേ ആത്മാവ് പൂർണ്ണമായും അധിവസിക്കുവാൻ. നേരത്തെ ശത്രുക്കളായിരുന്ന നമ്മളാ, ഹല്ലേലൂയ ദൈവത്തെ അറിയാതെ ആയിരുന്നവരാ, ഹല്ലേലൂയ അവകാശത്തിന് പങ്കാളികളല്ലാതിരുന്നവരാ. എന്നാൽ അവൻ ആലയത്തെ ഹല്ലേലൂയ ദാവീദിനോട് ദൈവം പറഞ്ഞതുപോലെ ഞാൻ ഹല്ലേലൂയ ഒരു ആലയത്തിലും വസിച്ചില്ല, ഞാൻ സഞ്ചരിച്ചു പോരുന്ന ദൈവം ഹല്ലേലൂയ. എന്നാൽ അതേ ആത്മാവ് ഒരുവനിൽ അധിവസിച്ചു. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ തന്റെ ശരീരം എന്ന ആ ആലയത്തെ പൊളിച്ചിട്ട് അനേകർ ഹല്ലേലൂയ ജാതികളായിരുന്ന നമ്മളെയും തന്റെ ആലയമാക്കി തീർക്കുവാൻ. എത്ര പേർ ഇന്ന് ആ വില മനസ്സിലാക്കുന്നു? നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചത് നമ്മുടെ പാപം മോചിച്ചു, ഹല്ലേലൂയ നമ്മുടെ മരണം മാറ്റി, നമ്മുടെ ശാപങ്ങളെ നീക്കി. ഹല്ലേലൂയ ഇത് മാത്രമല്ല, കർത്താവായ യേശുവിന്റെ ശരീരത്തെ തകർക്കുമ്പോൾ സംഭവിച്ചത് നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ ആലയങ്ങളാക്കി തീർക്കുകയായിരുന്നു. അവനെ വിശ്വസിക്കുന്ന ഏവനെയും ദൈവത്തിന്റെ ആലയങ്ങളാക്കി മാറ്റുവാൻ. എന്ന് വെച്ചാൽ ഇനി മുതൽ കൂടെ നടക്കാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മിൽ ഒന്നായി തീരുവാൻ. കർത്താവായ യേശു പറഞ്ഞതുപോലെ ഞാൻ അവരിലും അവർ എന്നിലുമായി തീരുവാൻ, ഏക ശരീരസ്ഥരായി തീരുവാൻ. കർത്താവായ യേശുവിന്റെ ശരീരത്തെ തകർത്തത് നമ്മൾ ഒന്നായി തീരുവാൻ. കാട്ടൊലിവായിരുന്ന നമ്മളെ നാട്ടൊലിവിലേക്ക് ഒട്ടിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് അപ്പം എടുത്തു. നാം ഇന്ന് കർത്താവിന്റെ തിരുമേശം നമ്മുടെ മുമ്പിൽ ഇരിക്കുക. അപ്പം എടുത്തിട്ട് അതിനെ ഒന്ന് തകർത്തു, അതിനെ ഒന്ന് ഹല്ലേലൂയ പീസാക്കി. എന്നിട്ട് പറഞ്ഞു ഇതെന്റെ ശരീരമാ, ഞാൻ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുക. ഹല്ലേലൂയ ഇതിനെ പല പീസാക്കി നിങ്ങൾക്ക് തരിക. എന്തിനെന്നോ? ഹല്ലേലൂയ നിങ്ങൾ ഇത് ഭക്ഷിക്കണം, എന്റെ ശരീരം ഹല്ലേലൂയ നിങ്ങൾ ഭക്ഷിക്കണം. എന്നിട്ട് ഞാൻ ദൈവത്തിന്റെ ആലയമാ,
നിങ്ങളും ദൈവത്തിന്റെ ആലയമായി തീരണമെങ്കിൽ ഈ അപ്പം നുറുക്കപ്പെടണം. ഹല്ലേലൂയ. യേശു കർത്താവ് മറ്റൊരിടത്ത് പറഞ്ഞു, എന്റെ മാംസം ഭക്ഷിക്കാതെയും എന്റെ രക്തം പാനം ചെയ്യാത്തവന് നിത്യജീവൻ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. എന്തിനാണോ ഇത് ചെയ്തത്? എന്തിനാണോ ഈ ശരീരത്തെ, ഹല്ലേലൂയ, ഈ ബ്രെഡ് എടുത്തിട്ട് പറഞ്ഞു എന്റെ ശരീരമാ, ഹല്ലേലൂയ, ഞാൻ ഇതിനെ നോക്കുകയാ, നിങ്ങൾ ഇത് ഭക്ഷിക്കണം എന്ന് വെച്ചാൽ നിത്യജീവനായ എനിക്ക് നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. എന്തിനാണോ? നിങ്ങളും നിത്യജീവനുള്ളവരായി തീരേണ്ടതിന്, നിങ്ങളും നിത്യജീവനുള്ളവരായി തീരേണ്ടതിന്, നിത്യജീവനെ പ്രാപിക്കേണ്ടതിന്. ആരാ നിത്യജീവൻ? ഞാൻ തന്നെയാ. യേശു കർത്താവ് തന്നെയാ നിത്യജീവൻ. ആ നിത്യജീവനെ, ഹല്ലേലൂയ, നിങ്ങളും പ്രാപിക്കേണ്ടതിന് ഈ ശരീരം തകർക്കപ്പെടുകയാ. ഇത് നിങ്ങൾ ഭക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ ഈ വില മനസ്സിലാക്കുന്നുണ്ട്? കഴിഞ്ഞ നാളുകളിൽ ഒരു റെഗുലർ, ഒരു ഓർഡിനറി വിശ്വാസികളെ പോലെ ഞാൻ നടന്നു. ഇന്നു മുതൽ അങ്ങനെ അല്ല കർത്താവേ, എന്നിൽ വസിക്കുന്നത് അങ്ങയാണെന്ന്. അങ്ങ് കാൽവറിയിൽ തകർക്കപ്പെട്ടതിന്റെ വില, വില മതിക്കാനാകാത്തതാണെന്ന്. എന്റെ പാപത്തെ, ശാപത്തെ മാത്രം നീക്കുവാനല്ല, ഞാൻ ദൈവത്തിന്റെ ആലയമായി തീരേണ്ടതിന്. അങ്ങയുടെ ശരീരത്തെ നാം എപ്പോഴും കേൾക്കുന്ന തന്റെ ശരീരത്തിന്റെ അടിപ്പിണരാൽ സൗഖ്യമെന്ന്. എന്നാൽ ഹല്ലേലൂയ, സൗഖ്യം മാത്രമല്ല, ഹല്ലേലൂയ, അവന്റെ ശരീരത്തിലെ അടികൾ, ആ ശരീരം, ഹല്ലേലൂയ, തകർക്കപ്പെട്ടതിൽ, ഹല്ലേലൂയ, ഒരു സൗഖ്യം കൊണ്ട് ഒതുക്കുന്ന ദൈവമല്ല. ഒരു സൗഖ്യം മാത്രം ഉദ്ദേശിച്ചല്ല ദൈവം അത് ചെയ്തത്. ഹല്ലേലൂയ, നമ്മെ അവന്റെ ആലയമാക്കി തീർക്കുവാൻ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മെ അവന്റെ ശരീരങ്ങളാക്കി തീർക്കുവാൻ. ഹല്ലേലൂയ, ക്രിസ്തു എന്ന തലയുടെ ശരീരങ്ങളാക്കി തീർക്കുവാൻ, അവയവങ്ങളാക്കി തീർക്കുവാൻ. എന്തിനാ അപ്പം, ഹല്ലേലൂയ, ശരീരമാകുന്ന അപ്പം എടുത്ത് നോക്കിയെന്നറിയാമോ? നാം ഓരോരുത്തരും അവന്റെ ശരീരത്തിൽ അവയവങ്ങളായി മാറേണ്ടതിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ തിരുമേശയിൽ പങ്കെടുക്കുന്നവർ, ഹല്ലേലൂയ, അത് മനസ്സിലാക്കിക്കൊണ്ട്, ഹല്ലേലൂയ, ഇങ്ങനെ, ഹല്ലേലൂയ, ദൈവം എന്നിൽ വസിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ദൈവം നോഹയുടെ കാലം പോലെയുള്ള കാലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കർത്താവായ യേശു പറഞ്ഞ കാലം, ഹല്ലേലൂയ, കർത്താവായ യേശു പറഞ്ഞു, പിതാവിന് മാത്രമല്ല, അത് ദൂതന്മാർക്ക് അറിയത്തില്ല, പക്ഷെ അതിന്റെ സയൻസുകളുണ്ട്. ഹല്ലേലൂയ, ഈ ഭൂമി അതിന്റെ സയൻസ് കാണിക്കും, ആകാശം അത് കാണിക്കും, നമ്മുടെ സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ അത് കാണിക്കും. ഹല്ലേലൂയ, മഹാവ്യാധികൾ ഉണ്ടാകും, യുദ്ധങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം വരുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം. അത്തി, ഹല്ലേലൂയ, അത്തി തളർക്കുമ്പോൾ ഓർത്തുകൊള്ളണം, വേനൽ അടുത്തു എന്ന്. ഹല്ലേലൂയ, നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ, ലോകം മുഴുവൻ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെ നോക്കിയാൽ, ഹല്ലേലൂയ, നാം അടുത്തുകൊണ്ടിരിക്കുക. അല്ല, അവൻ നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുക, നമ്മളെ കൂട്ടിക്കൊണ്ട് പോകേണ്ടതിന്. ദൈവത്തിന്റെ ആലയമായി തീർന്നവരെ, തന്റെ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരെ, ഈ നിമിഷങ്ങൾ വളരെ വാല്യുബിളാ. ഈ നിമിഷം നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ സെക്കൻഡും ഭയങ്കര വാല്യുബിളാ. ഇത് മടക്കി കിട്ടത്തില്ല. ഹല്ലേലൂയ, അതുകൊണ്ടാ പറഞ്ഞത്, ഹല്ലേലൂയ, സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ തിരുവചനം പറയുന്നത്. ഹല്ലേലൂയ, പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. വെറുതെ കളയരുത്. ഭവനത്തിന്റെ അകത്ത് അടച്ചിരുന്നതിനെ കളയരുത്. ഈ ഹല്ലേലൂയ, നമ്മിൽ അവൻ അധിവസിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഈ ലോകത്തിൽ ഒന്നിനും നമ്മളെ തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, അവൻ നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് അവനിൽ വിശ്വസിക്കുക. നോഹയെ കുടുംബവും രക്ഷ പ്രാപിച്ചത് ദൈവകൃപയാൽ, നീതിമാനായി നിഷ്കളങ്കനായി ദൈവത്തോട് കൂടെ നടന്നത് മാത്രമല്ല, തിരുവചനം ഒരു കാര്യം കൂടെ ശക്തമായി പറയുന്നു, അവൻ വിശ്വാസത്താൽ, അവന് വിശ്വാസത്താൽ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്ലീസ് ചെയ്യാൻ കഴിയത്തില്ലെന്ന് തിരുവചനം പറയുന്നു. വിശ്വാസം കൂടാതെ
ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഒന്ന് വായിക്കാമോ? എബ്രായർ 11:6, 6-7. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. മതി, നിക്ക്. ഹല്ലേലൂയ, അത് മതി. ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എനിക്ക് വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിൽ ഞാൻ അതും ഇതും നേടി എന്നല്ല. ഹല്ലേലൂയ. ആ വിശ്വാസത്തിൽ ഞാൻ അത് നേടി, അതോടൊപ്പം അവന്റെ വരവിങ്കൽ ഞാൻ എടുക്കപ്പെടും. ഹല്ലേലൂയ. പിന്നെയോ യഹോവയെ ദൈവമുണ്ട് എന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് എന്നും അവൻ വിശ്വസിക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തെ കുറിച്ച് പറയുക. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ആ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ആ ദൈവം നമുക്കുണ്ട് എന്ന് നമുക്ക് ആഴമായ വിശ്വാസമുണ്ടെങ്കിൽ നാം ഭയപ്പെടത്തില്ല. നമുക്ക് പ്രതിഫലമുണ്ട് എന്ന് ഹല്ലേലൂയ തിരുവചനം പറയുന്നുണ്ടെങ്കിൽ, ദൈവം അത് പറയുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. അത് നാശവും കഷ്ടവും അല്ല, അത് മഹാവ്യാധി വന്ന് മരിക്കുന്നതല്ല. ഹല്ലേലൂയ, അതിലും വലിയൊരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്താൽ നോഹ അതുവരെയും കാണാത്തതിനെ കുറിച്ച് ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് ഭയഭക്തി പൂണ്ട്. ഹല്ലേലൂയ. കാണാത്തതിനെ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാവുക. ദൈവം അരുളി ചെയ്ത വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക. കാഴ്ചയാലല്ല, കണ്ടിട്ടല്ല. കാണാത്തതിലുള്ള പ്രത്യാശ ഉണ്ടാകട്ടെ, കാണാത്തതിലുള്ള നിശ്ചയം ഉണ്ടാകട്ടെ. അതിന്റെ താഴോട്ട് പറഞ്ഞ അബ്രഹാമും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. നേരത്തെ നമ്മൾ പറഞ്ഞവരെല്ലാം വിശ്വാസത്താൽ അവരുടെ പ്രവൃത്തിയെ ദൈവം നോക്കി, അവരുടെ പ്രവൃത്തിയിൽ ദൈവകൃപയുണ്ടായി, അവരോട് കൂടെ ദൈവം ഇരുന്നു. പിന്നെയോ വിശ്വാസത്താലും അവർ നീതീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. ദൈവമക്കളെ, ആഴത്തിലുള്ള വിശ്വാസം അവന്റെ ശരീരം തകർക്കപ്പെട്ടത് ദൈവം ഒന്ന് ഓർത്തു നോക്കി, ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരാൾ തന്റെ ശരീരത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നമ്മളിൽ വസിക്കുവാൻ എന്തുമാത്രം ആഗ്രഹം ദൈവത്തിനുണ്ടായിട്ടാണ്. പാപം തൊടാത്ത, പാപത്തിന് എന്ത് ചെയ്യാൻ പറ്റാതിരുന്ന കർത്താവായ യേശുവിന്റെ ശരീരത്തെ യേശു കർത്താവ് തകർത്തിട്ട് പാപികളായ നമ്മളെ വന്ന് വീണ്ടെടുത്തിട്ട് നമ്മളിൽ വസിക്കുക. ഹല്ലേലൂയ. ഇവിടെ കുറച്ച് ബാങ്ക് ഡെപ്പോസിറ്റ് കൂടിയാൽ പോലും ഹല്ലേലൂയ, നമുക്ക് മരണമെന്ന് കേട്ടാ പേടിയാ, പിന്നെ മരിക്കാൻ താല്പര്യമില്ല. ഹല്ലേലൂയ. ഭയമാ. ഹല്ലേലൂയ. പക്ഷെ കർത്താവായ യേശുവിനെ നമുക്ക് പാപം തൊടാത്തവനായിരുന്നിട്ട്, പാപം കലരാത്ത രക്തമുള്ളവനായിരുന്നിട്ട് ഹല്ലേലൂയ തന്നെത്താനെ അതിനെ തകർത്തു. എന്തിനാ? പാപികളായ നമ്മളിൽ വസിക്കുക, നമ്മളെ വീണ്ടെടുക്കുക. അപ്പൊ ദൈവത്തിന്റെ ഉള്ളില് നമ്മളോടുള്ള സ്നേഹം എന്തെന്ന്, ഹല്ലേലൂയ, നമ്മളിൽ വസിക്കണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹത്തിന്റെ വലിപ്പം എന്തെന്ന്, ഹല്ലേലൂയ. പാതാളങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്തവൻ, പിശാചിനെ തകർക്കാൻ കഴിയാതിരുന്നവൻ, രോഗികൾക്ക് ഹല്ലേലൂയ തകർക്കാൻ കഴിയാത്തവൻ, ഹല്ലേലൂയ, ഭൂതഗ്രസ്തരും ഹല്ലേലൂയ ഭൂതവും അലറി കണ്ടാൽ പേടിച്ച് അലറി ഓടുന്നവൻ,
ഹല്ലേലൂയ ദൈവത്തോട് സമത്വം ഉണ്ടായിരുന്നവൻ, ഹല്ലേലൂയ ആത്മാവിന്റെ പൂർണ്ണത ഉണ്ടായിരുന്നവൻ, ഹല്ലേലൂയ വെള്ളത്തിന്മേൽ നടന്നവൻ, ഹല്ലേലൂയ കാറ്റിനെ കടലിനെ ശാസിക്കാൻ അധികാരം ഉണ്ടായിരുന്നവൻ, ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും താൻ തന്റെ ശരീരത്തെ തകർത്തു. ഹല്ലേലൂയ ഇതിനൊന്നുമില്ലാതെ ഒന്നിനും കൊള്ളരുതാത്തവരായ നമ്മളിൽ വസിക്കണമെന്ന ആഗ്രഹത്താൽ നമ്മുടെ വില എന്തല്ല, നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമയത്തിന്റെ വില, നമ്മുടെ ശരീരത്തിന്റെ വില. അതുകൊണ്ട് തിരുവചനം പറയുന്നത്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാകുന്നു, ശരീരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. കാരണം എന്താ? ഈ ശരീരം എങ്ങനെ ഉണ്ടായതാ? ആരാലും തകർക്കാൻ കഴിയാത്തതായ ആ തിരുശരീരത്തെ സ്വയം തകർത്തിട്ട്. അതുകൊണ്ടാ പറഞ്ഞ നാം ദൈവത്തിന്റെ ആലയം. ഈ ശരീരത്തെ തകർക്കുന്നവനെ ദൈവം തകർത്ത് കളയും. ഇതിനെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവം കൊടുത്ത വില വലുതാ. ദൈവത്തിന്റെ ആഗ്രഹം അത്രത്തോളമുണ്ട് നമ്മിൽ വസിക്കണമെന്ന്. നമ്മിൽ വസിച്ചിട്ട് ഹല്ലേലൂയ ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ ഈ ഭൂമിയിൽ കൊണ്ടുവരണമെന്ന്. ഹല്ലേലൂയ ദൈവരാജ്യം ഇങ്ങോട്ട് ഇറക്കണമെന്ന്, നമ്മളിൽ ഓരോരുത്തരും രാജ്യം സ്ഥാപിതമാകണമെന്ന്. എഴുന്നേറ്റ് നിൽക്കാമോ? കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ, ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഈ ഭാഷ